അപ്പൊ ഇത് എഴുതുന്ന സമയത്ത് എന്തായാലും അറ്റാക്ക് വരും എനിക്ക് 100% ഉറപ്പായിരുന്നു. അത് രണ്ട് കൽപ്പിച്ചിട്ടാണ് ഞാൻ ഈ പുസ്തകം പബ്ലിഷ് ചെയ്യുന്നത്. അത് വിചാരിച്ച പോലെ തന്നെ ഞാൻ വിചാരിച്ചതിനേക്കാളും ഹെവി ആയിട്ടുള്ള തെറിവിളികളാണ് എനിക്ക് നാനാ ഭാഗത്തു നിന്നും വന്നിരുന്നത്. നമ്മൾ ഇസ്ലാമിൽ പറയുന്നത് ഓൾ ആർ ഈക്വൽ. ഇവിടെ കറുത്തവനെന്നോ വെളുത്തവനെന്നോ ഉയർന്നവനോ താഴ്ന്നവനൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ക്ലാസ് ഡിഫറൻസസ് വളരെ എവിഡന്റ് ആയിട്ട് തന്നെ നമുക്ക് സൊസൈറ്റിയിൽ കാണാൻ പറ്റും. ഈ 10 എഡിഷനും 15 എഡിഷനും ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ അതില് പബ്ലിഷറിന്റെ കോൺട്രിബ്യൂഷൻ ഒരു 30% വിചാരിച്ചോ, 70% ഞാൻ ഇരുന്ന് തള്ളി ഉണ്ടാക്കി. വെൽക്കം ടു ടൈം ലൈൻ കോൺവെർസേഷൻ. നമ്മുടെ കൂടെ ഇന്ന് ഗസ്റ്റായി വന്നിരിക്കുന്നത് കേരളത്തിലെ യുവ എഴുത്തുകാരനായ നിസാർ ഇൽത്തുമിഷ് ആണ്. വായന മരിച്ചുകൊണ്ടിരിക്കുന്നു, പുതിയ ജനറേഷനൊന്നും പുസ്തകം വായിക്കുന്നില്ല എന്ന് പരാതി ദിവസേന വായനാ ദിനം കഴിഞ്ഞു പോയിട്ടേ ഉള്ളൂ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ നിസാർ ഇൽത്തുമിഷിന്റെ 4 പുസ്തകങ്ങളും ചെറിയ കാലങ്ങൾ കൊണ്ട് തന്നെ ആദ്യത്തെ പുസ്തകം നൂറുൽ മുനീർ പൂർണ്ണാനന്ദ 15ാം പതിപ്പും അഗർത്ത 10ാം പതിപ്പും ഏറ്റവും അവസാനമായി കഴിഞ്ഞ മാസം ഇറങ്ങിയ ഡായമക്കൈ 5ാം പതിപ്പിലേക്കും എത്തിയിരിക്കുകയാണ്. അത് വായന മരിച്ചിരിക്കുന്നു എന്ന് പറയുന്ന യുവജനങ്ങൾ ഏറ്റെടുത്തത് കൊണ്ടാണ് ഇത്രയധികം പുസ്തകങ്ങൾ നമുക്കിടയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. യാത്രികനായിട്ടും കാണാൻ സാധിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ എഴുത്തുകാരനായിട്ടും കാണാൻ സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല ജേർണലിസം പഠിച്ച് അസിസ്റ്റന്റ് പ്രൊഫസറായി വർക്ക് ചെയ്യുന്നു. ഇതിൽ ഏതാണ് താങ്കൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു മേഖല? എല്ലാം പരസ്പരം കണക്റ്റഡ് ആണ് ആക്ച്വലി. എന്നാലും കൂടുതലും ഇഷ്ടം എൻജോയ് ചെയ്യുന്നതെന്ന് വെച്ചാൽ യാത്ര ചെയ്യുമ്പോഴാണ്. യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ ഭയങ്കര ലിബറേറ്റഡ് ആവുകയാണ്. നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ വേറെ ഒരു പ്രദേശത്ത്, നമ്മൾ ഇവിടുത്തെ കുറേ ഇൻഹിബിഷൻസ് ഉണ്ട്. നാട്ടുകാര്, വീട്ടുകാര്, പള്ളിക്കാര്, ഇവരൊക്കെ എന്ത് പറയുന്നുള്ള ആ ഒരു പ്രശ്നമൊക്കെ ഇവിടെ തന്നെ എനിക്ക് തീർന്നു. അവിടെ എത്തുന്ന സമയത്ത് ഞാൻ ആരാണെന്ന് ആർക്കും അറിയില്ല, അവരാരാന്ന് എനിക്കറിയില്ല. സോ നമുക്ക് നമ്മുടെ റിയൽ ആയിട്ട് ജീവിക്കാൻ പറ്റും യാത്ര ചെയ്യുന്ന ആ കുറച്ച് മൊമെന്റ്. അതുകൊണ്ട് ഞാൻ യാത്രയാണ് ഇഷ്ടപ്പെടുന്നത്. അതായത് വേറൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാനുള്ള ഒരു തരം, ഇപ്പോഴത്തെ കുട്ടികൾ ഒരു മൈഗ്രേഷൻ എന്നൊക്കെ പറയാറുണ്ട്. അതവർ മൈഗ്രേറ്റ് ചെയ്യുന്നത് അവർക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇത് അനുഭവിക്കേണ്ടി വരുന്നതുകൊണ്ട്. പക്ഷെ ഒരു യാത്രികരന് എപ്പോഴും തിരിച്ചും വരാം. അത്തരത്തിലുള്ള യാത്രകളാണ് താങ്കൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് താങ്കളുടെ പുസ്തകത്തിൽ കാണാൻ സാധിച്ചൊരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മൾ വൈക്കം മുഹമ്മദ് ബഷീറിന് ശേഷം നമ്മളെ വീടകങ്ങളിലുള്ള സ്ത്രീകൾ അല്ലെങ്കിൽ കുടുംബം, കുട്ടികൾ വളരെ ഡീറ്റെയിൽ ആയിട്ട്, പ്രത്യേകിച്ച് മലബാർ മേഖലയിലുള്ള അത്തരം വീടകങ്ങൾ നമ്മൾ എഴുത്തുകളിലൂടെ കണ്ടിട്ടില്ല. ഈ യുവാക്കൾക്കിടയിൽ ഇത്തരം കാഴ്ചകൾ അല്ലെങ്കിൽ ഇത്തരം വായനകൾ അവർക്ക് മനസ്സിലാവുമോ എന്ന് തന്നെ ഒരു കൗതുകം ഉണ്ടായിരുന്നു. പക്ഷെ സോഷ്യൽ മീഡിയ എടുത്തു കഴിഞ്ഞാൽ ഞാൻ എന്റെ കുട്ടികളോട് പോലും ഇത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, പക്ഷെ ഇമോഷൻ എപ്പോഴും എല്ലാ കാലത്തും ഒന്നാണെന്നാണ് നിങ്ങളെ പുസ്തകങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്. ആ എഴുത്തിനെ കുറിച്ചിട്ട് താങ്കൾക്ക്? ഈ പൂർണ്ണാനന്ദയിൽ എഴുതുന്ന സമയത്ത് ഇതിലെ കഥാപാത്രങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുള്ള, ഞാനും എൻ്റെ കൂടെയുള്ള ആൾക്കാരുമാണ്. അപ്പോൾ അവരുടെ ഭാഷ ഞങ്ങൾ സംസാരിക്കുന്നത് തന്നെയാണ്. അല്ലാതെ ഞാനിപ്പോൾ അവരെ താങ്കൾ എങ്ങോട്ട് പോകുന്നു എന്നോ അല്ലെങ്കിൽ വരൂ ഇരിക്കൂ എന്നൊന്നും ഞങ്ങൾ പറയാറില്ല. വാടോ ഇരിക്കി, അല്ലെങ്കിൽ ഏട്ടാ പോണേ, ഇങ്ങനെ തന്നെ. അപ്പോൾ എൻ്റെ ആമിനയും മുനീറും അബ്ദും ഒക്കെ ഏട്ടാ പോണേ, ഇനി ഇങ്ങോട്ട് വാ, ഇങ്ങനെ തന്നെ പറയണം എന്നെനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും എനിക്ക് ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ ട്രിവാൻഡ്രം അങ്ങോട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇത് മനസ്സിലാവുമോ, കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ വിചാരിച്ചു ആവുന്നത്രയും ആ ഭാഷയെ തന്നെ എഴുതുക. അതിൻ്റെ ഒരു കളക്ഷൻ ഓഫ് എന്താ പറയുക വേർഡ്സ് ഒരു പ്രിസർവ് ചെയ്ത് വെച്ചതാണ് എൻ്റെ പുസ്തകത്തിൽ. ഞാൻ പിന്നീട് ഈ വാക്കുകളൊന്നും ഉണ്ടാവില്ല, കുറച്ച് കാലം കഴിഞ്ഞാൽ ഇതൊന്നും ആരും യൂസ് ചെയ്യാൻ പോകുന്നില്ല. ഇതിലുള്ള പല പ്രയോഗങ്ങളും ഇപ്പം ആരും യൂസ് ചെയ്യാത്തതാണ്, പണ്ടത്തെ കാലത്തെ പ്രയോഗങ്ങളാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ നമ്മളിങ്ങനെ ഒന്ന് കഴുകി മിനുക്കിയിട്ട് എൻ്റെ പുസ്തകത്തിൽ ഒരു മ്യൂസിയം പോലെ ഇങ്ങനെ അടുക്കി വെച്ചതാണ്. ഏതെങ്കിലും കാലത്ത് ഓക്കെ ഇതിനിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെയായിരുന്നു ഇതിൻ്റെ ഇത് എന്നൊക്കെ ആൾക്കാർ, കുട്ടികളൊക്കെ പഠിച്ചോട്ടെ വിചാരിച്ചിട്ട് ഡെലിബറേറ്റ്ലി അങ്ങനെ ചെയ്തതാണ്. അല്ല, ഭാഷയിൽ മാത്രമല്ല ആ വ്യത്യാസം കാണാൻ ഭാഷ ഓക്കെ, അത് നമുക്ക് അത് കൊളോക്കിയൽ ഭാഷ സംസാരിക്കുന്നവർക്ക് അത് മനസ്സിലാവും. അന്ന് വർഷങ്ങൾക്ക് മുമ്പ് വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ ആ കുടുംബങ്ങളിലെ ദാരിദ്ര്യം അല്ലെങ്കിൽ സ്ത്രീകളുടെ ചുറ്റുപാട്, നിസാറിന്റെ എഴുത്തുകൾ ആമിനയും 6 മക്കളും അവരുടെ ദാരിദ്ര്യം, അവരുടെ ഒറ്റമുറി വീട്, അവരുടെ താമസം, ഇതൊക്കെ കാണുമ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അല്ലെങ്കിൽ
കാലങ്ങൾ തമ്മിൽ ഇത്രയും വ്യത്യാസം ഉണ്ടായിട്ടും നിസാറിന് എങ്ങനെ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായി എന്നുള്ളത് ശരിക്കും അത്ഭുതപ്പെടുത്തുന്നതാണ്. കാരണം അത്തരം നമുക്കിപ്പോ ഇപ്പോഴും യുവാവായിട്ടിരിക്കുന്ന ഒരാൾക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ എങ്ങനെ ഉണ്ടായി എന്നുള്ളതും ഒരു കൗതുകമാണ്. ഞാൻ ഇതൊന്നും അനുഭവിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ. എന്റെ ഡിസ്റ്റന്റ് ഓർമ്മയിൽ പോലും ഇങ്ങനത്തെ ഒരു കാലഘട്ടം ഇല്ല. ഞാൻ ജനിച്ച് വന്നപ്പോൾ തന്നെ എന്റെ ഫാദർ തഹസിൽദാർ ആയിരുന്നു. അപ്പോ നമ്മളെ പാരമ്പര്യമായിട്ട് സ്വത്തൊക്കെ ഉള്ള ആൾക്കാരുടെ കൂട്ടത്തിലേക്കാണ് ഞാൻ വന്നു വീണത്. എന്റെ സിസ്റ്റേഴ്സും ബ്രദേഴ്സൊക്കെ ഒരു പക്ഷേ ഹാർഡ്ഷിപ്സിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിലും ഞാൻ എത്തിയപ്പോഴേക്കും എല്ലാം വെൽ സെറ്റിൽഡ് ആയിട്ടുണ്ട് എന്റെ ഫാമിലി. ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല, കണ്ടിട്ടുമില്ല. പക്ഷെ ഇതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഉമ്മ ഇങ്ങനെ പറയും കഥകൾ ഇരുന്നിട്ട്, പണ്ടത്തെ കാലത്ത് അങ്ങനെയായിരുന്നു ഇങ്ങനെ. അപ്പൊ അതൊക്കെ ഞാൻ ഇങ്ങനെ ഫീഡ് ചെയ്തേക്കും. വീട്ടിൽ ഉമ്മന്റെ ആ ഒരു പ്രദേശത്തുള്ള കഥകൾ പറയാൻ വരുന്ന സ്ത്രീകളൊക്കെ അവരുടെ കഷ്ടപ്പാട് ദാരിദ്ര്യമൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് ഞാൻ അതിങ്ങനെ കേട്ടിരിക്കും. അങ്ങനെ ആ കേട്ട എലമെന്റ്സ് മുഴുവനും ഞാൻ ഇങ്ങനെ ഇതിലേക്ക് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇൻകോപ്പറേറ്റ് ചെയ്ത് എഴുതി ചേർത്തിട്ടുള്ളതാണ്. പലരും അനുഭവിച്ചിട്ടുള്ളതാണ്. ഇതൊന്നും റിയൽ അല്ല എന്നില്ല. ഞാൻ അനുഭവിച്ചിട്ടില്ലെങ്കിലും ആ കാലഘട്ടത്തിലൂടെ കടന്നു പോയിട്ടുള്ള കുറേ മനുഷ്യർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന അവർ പറയുന്ന കഥകളും അതിൽ കുറച്ചൊക്കെ ഞാനൊരു ഇമാജിനേഷനും കൂടി അങ്ങനെ ആഡ് ചെയ്തിട്ട് 2 ലെയറായിട്ട് അങ്ങനെ എഴുതി ചേർത്തതാണ്. ആമിന, റുക്കിയ, സഫിയ ഇവരൊക്കെ ജീവിതത്തിലേക്ക് വരുമ്പോ അവര് കേട്ട കഥകളാണ് താങ്കൾ എഴുതിയതെന്ന് താങ്കൾ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അത് വായനക്കാർക്ക് തരുന്ന അനുഭവം താങ്കൾ അനുഭവിച്ചിട്ട് എഴുതുന്നത് പോലെയാണ്. അപ്പൊ അതിൽ തന്നെ റുക്കിയുടെയും സഫിയുടെയും കല്യാണം കഴിക്കുന്നത് ഒസാൻ അല്ലെങ്കിൽ ഇറച്ചി വെട്ടുകാരൻ. കാരണം ദാരിദ്ര്യം അങ്ങേയറ്റമുള്ളവർക്ക് കല്യാണാലോചന വേഗത്തിൽ വരൂല. അപ്പം ഇത് പറഞ്ഞപ്പോൾ തന്നെ ഇതിന്റെ ഭാഗമായിട്ടല്ലെങ്കിലും ഈ സംഗതി സോഷ്യൽ മീഡിയയിൽ താങ്കൾ പറഞ്ഞപ്പോൾ വളരെയധികം മുസ്ലിങ്ങളിൽ അങ്ങനെ ഒരു കാസ്റ്റ് വ്യവസ്ഥ ഇല്ല, താങ്കൾ വെറുതെ പറയുന്നതാണെന്നുള്ളൊരു. അതായത് ഇത് എഴുതിയത് ഒരു 3 വർഷം മുമ്പാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത്. അന്ന് അത് പ്രിവെയിൽ ചെയ്യുന്നുണ്ട്, ഇന്നും അത് ചെയ്യുന്നുണ്ട്. അപ്പൊ ദായ്മക്കൈക്ക് വേണ്ടിയിട്ട് അതിൽ ഒരു ഒസാന്റെ ഫാമിലി ആണല്ലോ പറയുന്നത്. ഈ സൽത്തനജിന്റെ ഫാദർ എന്ന് പറയുമ്പോൾ ഒസാന്. അപ്പൊ ഒസാൻമാരുടെ ലൈഫ് ഞാൻ അങ്ങനെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ വെറുതെ അങ്ങ് എഴുതിയതൊന്നും അല്ല. അപ്പൊ ഞാൻ ഇത് പറയുന്ന സമയത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടപ്പോൾ ഭയങ്കര തെറിവിളി, നിന്നെ കൊല്ലും, നിനക്ക് പോയി ചത്തൂടെ, നീ ഒരു ഇസ്ലാമാണോ, നീ നമ്മളിങ്ങനെ പറയാൻ എന്തൊക്കെയോ ആൾക്കാർ വിളിച്ചു പറയും. പക്ഷേ എനിക്ക് പേഴ്സണൽ ഇൻബോക്സിലും ആ കമന്റ് ബോക്സിലെ മെജോറിറ്റി ആൾക്കാർ, ഇത് അനുഭവിച്ച ആൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ട്. ബ്രോ ഇങ്ങനെയാണ് എൻ്റെ ലൈഫിൽ ഞാൻ അനുഭവിച്ചത്, എവിടെ വേണമെങ്കിലും ഞാൻ വന്ന് പറയാം. വോയിസ് ക്ലിപ്പുകളായിട്ടും പേഴ്സണൽ മെസ്സേജ് ആയിട്ടും വാട്സപ്പ് മെസ്സേജ് ആയിട്ടും ഒക്കെ എനിക്ക് അയച്ചു തരുന്നുണ്ട്. എന്നാൽ ഇതിലൂടെ ഒന്നും കടന്നു പോവാത്ത കുറെ ആൾക്കാർ വന്നിട്ട് അങ്ങനെയൊന്നുമില്ല, അവിടെ എല്ലാവരും സമന്മാരാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഭയങ്കര പ്രഭാഷണം. ഇവരിത് അനുഭവിച്ചിട്ട് പോലും ഇല്ല. അനുഭവിച്ച ആൾക്കാരുടെ വാക്കുകൾക്കൊരു വിലയും കൊടുക്കുന്നുമില്ല. അത് ഇന്നും ഉണ്ട്. അതിന് ജാതി എന്നല്ല പറയുന്നത്, ക്ലാസ് റാങ്ക് ഓർഡേഴ്സ് ഉണ്ടല്ലോ. ഹിന്ദു മതത്തിലൊക്കെയാണ് പ്രത്യക്ഷത്തിൽ നമുക്ക് ആ കാസ്റ്റ് കാണാൻ പറ്റും. SC ST നായർ, ഈഴവ എന്നൊക്കെ പറഞ്ഞിട്ട് പല കാസ്റ്റ് ഡിവിഷൻസ് അവിടെ ഉണ്ട്. നമ്മൾ ഇസ്ലാമിൽ പറയുന്നത് ഓൾ ആർ ഈക്വൽ. ഇവിടെ കറുത്തവനെന്നോ വെളുത്തവനെന്നോ ഉയർന്നവനോ താഴ്ന്നവനെന്നോ ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ക്ലാസ് ഡിഫറൻസസ് വളരെ എവിഡന്റ് ആയിട്ട് തന്നെ നമുക്ക് സൊസൈറ്റിയിൽ കാണാൻ പറ്റും. അത് എത്ര മെഴുകിയാലും അത് വൈറ്റ് വാഷ് ചെയ്താലും ഒന്നും അത് പോവില്ല. അത് ഈ ഒസാൻ എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റി അവരിലേക്ക് കല്യാണാലോചനക്ക് വരുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ട് അവർക്ക് പെണ്ണ് കിട്ടാനും കൊടുക്കാനും ഒക്കെ. ഈ ഇറച്ചി വെട്ടുകാര്, ലബ്ബ, പിന്നെ പൂശാലൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ തൊഴിൽപരമായിട്ടുള്ള ഇതാണ്. അപ്പൊ അങ്ങനത്തെ ആൾക്കാർക്ക് ഇന്നും. അപ്പൊ അതിൽ ഒരു കമന്റ് പറയാണ് ഒരാള്, എടോ വിവരല്ലെങ്കിൽ മിണ്ടാതിരിക്കേ, ഈ ഇസ്ലാമിൽ ജാതി ഉണ്ടായിട്ടല്ല, അവര് ചീത്ത ജോലി ചെയ്യുന്നത് കൊണ്ടാണ് അവരെ നമ്മൾ അകറ്റി നിർത്താൻ കൽപ്പിച്ചിരിക്കുന്നതെന്ന്. ഈ ചീത്ത ജോലി, അശുദ്ധമായ ജോലി ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ അവരെ ആട്ടി അകറ്റുന്നത് എന്ന് അയാൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അല്ല, അങ്ങനെയാണെങ്കിൽ ഈ ഒസാൻ എന്ന് പറയുന്നവർ ചെയ്തിരുന്ന ജോലിയാണ് സർക്കംസെഷൻ. നമ്മൾ പഴയ കാലത്ത് മാർക്കം സുന്നത്ത് കല്യാണം എന്ന് പറയുന്നത്. ആ സർക്കംസെഷൻ ഇന്ന് സർജന ചെയ്തോണ്ട്, അപ്പൊ അവരെ നമുക്ക് ചീത്ത സർജൻ ചെയ്യുന്ന സമയത്ത് അയാളും ആ ചീത്ത ഇതല്ലേ. അല്ല, അങ്ങനെ അതാ ഞാൻ പറഞ്ഞ ഈ കാലഘട്ടത്തോട് സംവദിക്കുന്ന ജനറേഷൻ ഈ കാലഘട്ടത്തിലുള്ളവരാണെങ്കിലും സംവദിക്കുന്നത് പഴയ കാലത്തും ഈ കാലത്തും ഒരേപോലുള്ള കാര്യങ്ങൾ കടന്നു പോകുമ്പോഴും അത്തരത്തിൽ 2 തരത്തിലുള്ള ഓഡിയൻസിനെയും ഹാൻഡിൽ ചെയ്യുന്നവരുണ്ട്. ഞാൻ വിചാരിക്കുന്നത് ഇൻസ്റ്റഗ്രാം എന്നൊക്കെ പറയുമ്പോൾ കമ്പാരിറ്റീവ്ലി ഒരു ന്യൂ ജനറേഷൻ പ്ലാറ്റ്ഫോമാണ്. അവിടെ അധികവും യുവാക്കളും യുവ ചിന്താഗതിയുള്ള ആൾക്കാരാണ്. അവരുടെ ചിന്ത പോലും ഇത്രയും റിജിഡ് ആണല്ലോ എന്നുള്ളത് എന്നെ ഭയങ്കര നിരാശപ്പെടുത്തുന്നത്. കാരണം എൻ്റെ ഓരോ വീഡിയോയുടെ കമന്റ് ബോക്സിലും പോയാൽ കാണാം അത്രമാത്രം ഹേറ്റ്രഡ് ആണ് അതിലിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും ഒരു പോർഷനിൽ നമ്മൾ റിലീജിയനെ കുറിച്ചോ മതത്തെക്കുറിച്ചോ വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞു പോയാൽ പിന്നെ നോക്കണ്ട, അങ്ങ് അടിയാ, അങ്ങോട്ടും ഇങ്ങോട്ടും തെറിവിളികളും.
ഇതൊക്കെ എന്താണെന്ന് ഞാൻ ഇങ്ങനെ അത്ഭുതപ്പെട്ടു. ഇതിലൊക്കെ അവർക്ക് എങ്ങനെയാണ് ഞാൻ പറഞ്ഞ സാധനത്തിൽ ഞാൻ എൻ്റെ ഒരു വ്യൂ പോയിന്റ് അങ്ങ് പറഞ്ഞു പോവാ. അതിൽ ഇവർക്ക് എങ്ങനെ ഈ മതത്തിന്റെ എലമെന്റ് കണ്ടെത്താൻ പറ്റും? ഞാൻ ചിലതൊക്കെ വളരെ പ്ലെയിൻ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും, പക്ഷെ അതിലും അവർ പറയും ഇവൻ ഇങ്ങനെ ആയതുകൊണ്ടാണ്, അവന് സംഖ്യ ആയതാണ്, സുഡാപ്പി ആയതുകൊണ്ട്, അതൊക്കെ പറഞ്ഞിട്ട് ഇത്തരം കാഴ്ചകളും അല്ലെങ്കിൽ ഇത്തരം കമ്മ്യൂണിക്കേഷൻസും യഥാർത്ഥത്തിൽ സോഷ്യൽ മീഡിയയിൽ മാത്രമേ ഉള്ളൂ. നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ ഞാൻ കണ്ടിട്ടില്ല, അത്രയും കണ്ടിട്ടില്ല. കാരണം ഈ പറഞ്ഞ ഹേറ്റ്രഡും കമന്റ്സ് അതിപ്പോ ആരുടേതായിക്കോട്ടെ, ഇപ്പൊ നമ്മള് ഓൺലൈൻ മീഡിയയിലൊക്കെ രേണു സുധിയാണല്ലോ ഇപ്പൊ ഏറ്റവും വൈറലായിട്ടുള്ള, അവരാൾക്കാർ ഇങ്ങനെ തെറി വിളിച്ചുകൊണ്ടേയിരിക്കുന്നത്. പക്ഷെ അവർ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ആരും തെറി വിളിക്കാനോ അടിക്കാനോ ഒന്നും പോകുന്നില്ല. ആ ചേച്ചി എന്ന് പറഞ്ഞു. അത് ഈ സോഷ്യൽ മീഡിയയിൽ കുറച്ച് ദൂരത്തിരുന്നാണല്ലോ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അവിടെ ഇരുന്നിട്ട് ആൾക്കാർക്ക് എന്തും പറയാം. പക്ഷേ പ്രൈവറ്റ് അല്ലെങ്കിൽ പബ്ലിക് ഒരു സ്ഫിയറിൽ എത്തുന്ന സമയത്ത് ആൾക്കാർ അത്ര ഇതായിരിക്കില്ല. വളരെ അത്രയും രൂക്ഷമായിട്ടുള്ള വ്യൂ പോയിന്റിൽ ഒരാളോ ഒന്നോ രണ്ടോ ആൾക്കാർ നേരിട്ട് വന്ന് പറഞ്ഞാലേ, അല്ലാത്ത ആൾക്കാരൊന്നും പബ്ലിക്കിൽ വന്നിട്ടൊന്നും പറയും. അല്ല, അതാ നമ്മളിപ്പം ഡയറക്ട്ലി നമ്മളെ അയൽവാസികൾ അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ഇപ്പോഴും നമ്മളെ മലബാർ പ്രദേശത്തൊക്കെ ഒരു കൾച്ചർ ഉണ്ട്, നമ്മളാള് നിങ്ങളാളെന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. പക്ഷെ അവിടെ പോലും നമുക്ക് ഇതൊന്നും അങ്ങനെ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യൂല. കാരണം അതവര് നമ്മള് ജീവിച്ചു പോരുന്ന ഒരു കൾച്ചർ അല്ലെങ്കിൽ ഒരു ട്രഡീഷൻ അല്ലെങ്കിൽ ഒരു മതത്തിന്റെ ചില ആചാരാനുഷ്ഠാനങ്ങൾ നമ്മൾ ആചരിച്ചു വരുന്നു. നിങ്ങൾ അത് മാത്രം അപ്പോൾ പോലും ഈ ഒരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യാറേ ഇല്ല. പക്ഷെ സോഷ്യൽ മീഡിയ ഇപ്പൊ താങ്കളുടെ പുസ്തകത്തിലും അത് കൃത്യമായിട്ട് അരവണ പായസം കഴിച്ചിന്റെ പേരിൽ അത് കഴിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അടി കിട്ടിയാൽ പോലെ അരവണ പായസം കഴിക്കാൻ തന്നിട്ടില്ലെങ്കിൽ അത് വീണ്ടും നമ്മൾ അടി കൂടുക. അപ്പൊ അത്തരം റിയാലിറ്റിയിലേക്ക് പോകുമ്പോ ആ റിയാലിറ്റി മനസ്സിലാക്കുന്ന കുറെ ഓഡിയൻസ് അതിലൂടെ നമുക്ക് ഉണ്ടാവുന്നുണ്ട്. അത് ഈ വായിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ഈ ഇൻസ്റ്റഗ്രാമിൽ എന്തോ പോട്ടെ 10 മില്യൺ 15 മില്യൺ ഒക്കെ വീഡിയോ പോകുന്നുണ്ട്. പക്ഷെ പുസ്തകം വായിക്കാൻ തന്നെ 15 മില്യൺ ഒക്കെ വിറ്റുപോയിരുന്നെങ്കിൽ ഞാനിപ്പോ ആരായിരുന്നു നോക്കും. പക്ഷെ പുസ്തകം ഈ 15 മില്യൺ ആൾക്കാർ കണ്ടതിൽ ഒരു 1000-2000 ആൾക്കാരായിരിക്കും പുസ്തകം വായിച്ചിട്ടുണ്ടാവുക. അവരൊക്കെ ഭയങ്കരമായിട്ട് വായനയോട് ഇഷ്ടമുള്ള ആൾക്കാരാണ്. അപ്പൊ അവരതിന്റെ ലേയേഴ്സിലൂടെ കടന്നു പോയിട്ട് ആ ഒരു വായന എന്ന് പറഞ്ഞ അനുഭൂതിയാണ് അവർ ആസ്വദിക്കുക. അല്ലാതെ അതിൽ ഇത് പറഞ്ഞിട്ടുണ്ട്, അതിൽ ഹിന്ദുണ്ട് അങ്ങനെയൊന്നും അവർ ചിന്തിക്കാറില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും റീഡേഴ്സിന്റെ ഫീഡ്ബാക്ക് പോസിറ്റീവേ കിട്ടിയിട്ടുള്ളൂ ഇതുവരെ. അവരൊക്കെ ഭയങ്കര ഇംപ്രസ്ഡ് ആണ് റൈറ്റിംഗിൽ. എങ്ങനെ തുറന്ന് എഴുതുന്നതിന് അഭിനന്ദിക്കുന്നതേ ഉള്ളൂ. അല്ലാതെ വേറെ ഒരു തരത്തിലും നീ എന്തിനാ അങ്ങനെ എഴുതി ഇങ്ങനെ എഴുതി എന്നൊന്നും ചോദിച്ചിട്ടേ ഇല്ല ഇതുവരെ. അതായത് CBSE സ്കൂളിൽ പഠിച്ച് ഒരു +2 കാലഘട്ടത്തില് അത് ഈ സയൻസ് പൂർത്തിയാക്കാൻ പറ്റൂല എന്നുള്ള ആ ഒരു ഭയം കൊണ്ട് ഒളിച്ചോടാൻ തീരുമാനിച്ചത്. ഒരു 110 ദിവസം 105 ദിവസം സുഹൃത്തിനെയും കൂടി അങ്ങ് ഇറങ്ങിപ്പോയി, നാട് വിട്ടു. പക്ഷെ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ പുസ്തകങ്ങളൊക്കെ എഴുതുന്നത്. അതൊന്നുകൊണ്ട് ഇത്രയും വൈകിയത്. എഴുത്തിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ചിലതൊക്കെ എഴുതാറുണ്ട്, മത്സരത്തിൽ പങ്കെടുക്കാറുണ്ട് എന്നൊക്കെ കേട്ടു. പക്ഷെ ഇത്രയും വർഷത്തെ ഒരു ഗ്യാപ്പ് എന്തുകൊണ്ട്? ഇത്ര വർഷം ഉണ്ടായിരുന്നില്ല. ആക്ച്വലി 2008 എന്റെ ആദ്യത്തെ പുസ്തകം പുറത്തിറങ്ങിയിട്ടുണ്ട്. 2008 ഓർമ്മകളും തേടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നോവല് പുറത്തിറങ്ങി. അപ്പോ അത് ഇറങ്ങിയ സമയത്ത് ഞാൻ വിചാരിച്ചത് ആ വർഷത്തെ ജ്ഞാനപീഠോ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡൊക്കെ എനിക്ക് കിട്ടുന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. അങ്ങനെയാണല്ലോ നമ്മുടെ ഒരു ഐഡിയോളജി. അങ്ങനെയാണ്. പക്ഷെ അതൊരു മനുഷ്യന് വായിച്ചിട്ടില്ല. 500 കോപ്പിയിൽ എനിക്കൊന്ന് 300ഓളം ചെതലരിച്ചു പോയി. 200ഓളം എവിടെ പോയത് എനിക്കും അറിയില്ല. അങ്ങനെ അതോടുകൂടി അസ്തമിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചേ ഒരിക്കലും ഞാനൊരു എഴുത്തുകാരന് പറ്റിയ ആളല്ല. ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് എഴുതിയത്. പിന്നെ അതിൽ ഞാൻ ചെയ്തൊരു മിസ്റ്റേക്ക് എന്ന് വെച്ചാല് 2 മിസ്റ്റേക്സാണ്. 2 മിസ്റ്റേക്ക് എന്ന് പറയാൻ പറ്റില്ല. അതിൽ എന്റെ പേര് നിസാർ എ ഓമശ്ശേരി എന്നായിരുന്നു ഞാൻ വെച്ചത്. ഓമശ്ശേരിയാണ് എന്റെ സ്ഥലപ്പേര്. ഞാൻ വിചാരിച്ചു എനിക്ക് അവാർഡ് കിട്ടുന്ന സമയത്ത് എന്റെ നാട് കൂടി പൊന്തട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ നാടും പൊങ്ങിയില്ല, ഞാനും പൊങ്ങിയില്ല. പിന്നെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാല് ഞാനപ്പം ഈ പറഞ്ഞ നാട് വിട്ടുപോയ റഫീഖ്, എന്റെ കൂടെ വന്ന റാഫി, മുനീർ, പിന്നെ ഈ പറഞ്ഞ പോലെ ദാസൻ, ഇങ്ങനെ പറഞ്ഞ എന്റെ സുഹൃത്തുക്കളില്ലേ, അവർക്ക് മനസ്സിലാവണം എന്നുള്ള ഒരു നിർബന്ധത്തോടു കൂടി എഴുതിയത്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോ അതില് വളരെ പ്രക്ഷുബ്ധം എന്നുള്ള റാഫിക്ക് മനസ്സിലാവില്ല, അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാവണം, ഇവർക്ക് ഇഷ്ടപ്പെടാത്ത സാധനം ഞാൻ എഴുതാം. എൻ്റെ സിസ്റ്റേഴ്സ് വായിക്കും ഈ ബുക്ക്, അളിയന്മാര് വായിക്കും, ബ്രദേഴ്സ് വായിക്കും. ഇതെന്തിനങ്ങനെ അവളിങ്ങനെ ഈറനോടെ കടന്നുപോയി, അതെന്ത് ഭയങ്കര മോശമായിരിക്കുമല്ലോ അവർ വായിച്ച്. അങ്ങനെ ഞാൻ എല്ലാ സാഹിത്യത്തിൻ്റെതായിട്ടുള്ള എല്ലാ എലമെന്റ്സും കട്ട് ചെയ്ത് എല്ലാവർക്കും സുഖിക്കുന്ന രീതിയിലുള്ള മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു സാധനമായിരുന്നു ഞാൻ അന്ന് എഴുതിയത്. അത് ഓമശ്ശേരിക്കാർക്ക് വേണ്ടി മാത്രം. എന്റെ ലോകം വളരെ ചുരുങ്ങിപ്പോയി, എഴുത്തിന്റെ ലോകം. എന്നാ ഞാൻ വിചാരിച്ച എന്ത് പറയും ഈ 4 ആൾക്കാർ. ആ 4 ആൾക്കാർ പുസ്തകം വായിക്കാറുമില്ല. റാഫി പുസ്തകം വായിച്ചിട്ടില്ല, എന്റെ വീട്ടിലുള്ള ആൾക്കാരും പുസ്തകം. അപ്പൊ ഞാൻ വിചാരിച്ചു പിന്നെ ആരെ പേടിച്ചിട്ടാണ് ഞാൻ എഴുതാതിരുന്നത്. അങ്ങനെ ആഫ്റ്റർ ഒരു 15 years, അതായത്
8 കഴിഞ്ഞിട്ട് 2023 രണ്ടാമത്തെ പുസ്തകമായിട്ട് നൂറുൽ മുനി. എല്ലാവരും വിചാരിക്കുന്നത് ഇതെൻ്റെ ഒന്നാമത്തെ ബുക്കാണ്, പക്ഷേ ഇതെൻ്റെ രണ്ടാമത്തെ പുസ്തകം. 15 വർഷത്തിന് ഗ്യാപ്പിന് ശേഷം ഈ പുസ്തകം എഴുതുന്ന സമയത്ത് ഞാൻ ആദ്യം തന്നെ ഡിസൈഡ് ചെയ്തു, എൻ്റെ ലോകം ഇതല്ല, ഓമശ്ശേരി അല്ല. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ആ പേര് ഞാൻ അങ്ങ് വെട്ടി, ഓമശ്ശേരി എന്നുള്ള സാധനം ഒഴിവാക്കി ഇൽത്തുമിഷ് എന്ന് ചേർത്ത് എൻ്റെ പേരിൻ്റെ കൂടെ. അപ്പോൾ അതെന്താന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ കുറേ പേരുകൾ തപ്പി നോക്കി, അതിൽ ഏറ്റവും നല്ല നോക്കി സെലക്ട് ചെയ്തതാണ്. ഇത് നിസാർ എന്നുള്ള പേരിടുന്ന സമയത്ത് നമുക്ക് റൈറ്റ് ഉണ്ടായിരുന്നില്ല, ഇത് എനിക്ക് വേണ്ടാന്ന് പറയാനുള്ള. ഇപ്പം നമുക്ക് ബോധം വന്നപ്പോൾ ഓക്കെ, ഈ പേരിന് ഒരു ഗുമ്മില്ല, അതുകൊണ്ട് ഈ പേരും കൂടി ചേർത്ത് വെക്കാം. അപ്പോൾ ഇൽത്തുമിഷ്, അത് ആ പേര് ഒന്ന് ഞാൻ സെറ്റ് ചെയ്തു. പിന്നെ ഞാൻ വിചാരിച്ചു എൻ്റെ വേൾഡ് ഒന്ന് വൈഡാക്കുക. ഞാൻ ഇൻഹിബിഷൻ്റെ ഷെല്ലങ്ങ് ബ്രേക്ക് ചെയ്തു. ഇനി ആരെന്ത് വായിച്ചാലും വായിച്ചില്ലെങ്കിലും ചോദിച്ചില്ലെങ്കിലും വിഷയമില്ല, അച്ചടിക്കുക വിടുക എന്നുള്ള രീതിയിൽ ഞാൻ വിചാരിച്ചു. അങ്ങനെ ഈ റഫീഖിനെയും റാഫിനെയും ഒക്കെ അങ്ങ് മാറ്റി നിർത്തിയിട്ട് ഞാൻ ഈ മലയാളികൾ എവിടെയൊക്കെ ഉണ്ടോ ലോകത്തിൻ്റെ കോണിൽ അവർക്കൊക്കെ വായിക്കാൻ പറ്റിയ രീതിയിൽ ഞാൻ എൻ്റെ ആ ഒരു ആകാശം ഒന്നും കൂടി ഒന്ന് വിശാലമാക്കി. അതെനിക്ക് വളരെ ഗുണം ചെയ്തു. അങ്ങനെയാണ് ഈ പുസ്തകം എഴുതുന്ന സമയത്ത് എനിക്കറിയാം, ഇതിൽ പിന്നെ കോഴിക്കോട് ജനിച്ചു വളർന്ന മുനീർ കുറച്ച് കഴിഞ്ഞിട്ട് കാശിയിലെത്തിയിട്ട് പൂർണ്ണാനന്ദ സ്വാമിയായി മാറുന്നു. അവിടെ മോക്ഷം കാത്തു കിടക്കുന്ന മൃതദേഹങ്ങളോട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ചൊല്ലിക്കൊണ്ട് അവരുടെ കണ്ണ് പൂട്ടിക്കൊടുക്കുന്ന ഒരു സന്യാസി. അപ്പൊ ഇത് എഴുതുന്ന സമയത്ത് എന്തായാലും അറ്റാക്ക് വരുമെന്ന് എനിക്ക് 100% ഉറപ്പായിരുന്നു. അത് രണ്ട് കൽപ്പിച്ചിട്ടാണ് ഞാൻ ഈ പുസ്തകം പബ്ലിഷ് ചെയ്യുന്നത്. അത് വിചാരിച്ച പോലെ തന്നെ ഞാൻ വിചാരിച്ചതിനേക്കാളും ഹെവി ആയിട്ടുള്ള തെറിവിളികളാണ് എനിക്ക് നാനാ ഭാഗത്തു നിന്നും വന്നിരുന്നത്. പക്ഷെ ഇതാണ്. അപ്പം എഴുത്തിലേക്ക് വൈകിട്ടില്ല, വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇങ്ങനെ ചെറിയൊരു ബ്ലോക്ക് ഇട്ടായത്. അല്ല, ഈ ഓർമ്മകളെ തേടി എന്നുള്ള പുസ്തകം ആരും അറിയുന്നില്ല. നിങ്ങൾ ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പ്രൊഫൈല് വായിക്കുമ്പോൾ അത് കാണും. മാത്രമല്ല, നിങ്ങളിത് പ്രൊമോട്ട് ചെയ്യുന്ന സമയത്തും ഒക്കെ ആ പുസ്തകം എവിടെയും വാങ്ങിക്കാനും കിട്ടുന്നില്ല, കാണാനും കത്തിക്കല. പിന്നെ അത് മാത്രല്ല, ഈ ഇൽത്തുമിഷ് എന്നുള്ള പേര് കുത്തുബ്ദീൻ ഐബക്കിന്റെ അടിമയായിട്ട് തുർക്കിഷ് വാങ്ങിക്കൊണ്ട് വന്നിട്ട് പിന്നീട് ഇൽത്തുമിഷ് ഇവിടെ ഡൽഹി സുൽത്താനിയത്ത് ഉണ്ടാക്കുന്ന ഒരു കുത്തബ് മിനാർ ഇതൊക്കെ പണിയുന്ന ഒരു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് ഇതുപോലെ കോഴിക്കോട് നിന്ന്, ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞില്ല സർക്കിള് വലുതാക്കുന്ന ഒരു സംഗതി പറഞ്ഞതുപോലെ, ഇത് എന്റെ സർക്കിൾ വലുതാവണം എന്ന് ആഗ്രഹിച്ചപ്പോ ഞാനൊരു ഇന്ത്യൻ കൾച്ചർ അല്ലെങ്കിൽ ഒരു ഇന്ത്യയെ പ്രതിനിധീകരിച്ചിട്ടാണ് ഞാൻ എഴുതുന്നത് എന്നതിലേക്ക് മാറാൻ ഉദ്ദേശിച്ചത് തന്നെയാണ്. അങ്ങനെ തന്നെ എഴുതിയത്. ഞാൻ എന്നെ പ്ലേസ് ചെയ്യാൻ നോക്കി ആദ്യം ഒന്ന്, അതായത് വെറുതെ എഴുതിയിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ എഴുത്തിനൊക്കെ ഒരു സ്ട്രാറ്റജി ഉണ്ട് എന്നൊക്കെ അപ്പോഴാണ് മനസ്സിലാവുന്നത്. പിന്നെ എഴുതി വെച്ചിട്ടും കാര്യമില്ല, അത് മാർക്കറ്റ് ചെയ്യണം എന്നുള്ള. അപ്പൊ ഇതിന്റെയൊക്കെ സാധ്യതകൾ മനസ്സ് കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങി, ഒരുമ്പെട്ട് ഇറങ്ങാറില്ല, അങ്ങനെ ഇറങ്ങിയിട്ടാണ് രണ്ടാമത് അംഗത്തിന് ഞാൻ വന്നത്. അല്ല, അത് ഈ പൂർണ്ണാനന്ദ എഴുതുന്ന സമയത്തും ആ കോവിഡ് വന്നില്ലായിരുന്നെങ്കിൽ സത്യം കോവിഡ് ആണ്. കോവിഡിൽ ഞാൻ ഗുജറാത്തിലെ അവിടെ ഒരു റൂമില് പറഞ്ഞ 87 ദിവസം അടയ്ക്കപ്പെട്ട സമയത്താണ് എന്തെങ്കിലും ഒന്ന് എഴുതിയില്ലെങ്കിൽ മദ്യം കിട്ടാഞ്ഞാൽ കൈ വരയ്ക്കുന്ന പറഞ്ഞ പോലെ ഇടയ്ക്കെന്തെങ്കിലുമൊക്കെ എഴുതാറുണ്ടായിരുന്നു. പബ്ലിഷ് ചെയ്തിട്ടില്ലെങ്കിലും പകുതി എഴുതി വെച്ചിട്ടുള്ള കുറേ പുസ്തകങ്ങൾ എൻ്റെ വീട്ടിലുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒന്ന് എഴുതി സമയം പോക്കാലോ വിചാരിച്ചിട്ടാണ് ഇതിൻ്റെ ആദ്യത്തെ 5 ചാപ്റ്റർ ഞാൻ അവിടെ ഇരുന്ന് എഴുതുന്നത്. അപ്പോൾ അതാ എഴുതി. അത് കഴിഞ്ഞ് കോവിഡ് പിന്നെ ലോക്ക്ഡൗൺ കഴിഞ്ഞ് നാട്ടിലെത്തി, അപ്പോഴേക്കും ഇതൊക്കെ വിട്ടുപോയിട്ടുണ്ട്. പിന്നെ കുറേ കാലത്തിന് ശേഷമാണ് പിന്നെ എനിക്ക് ബോധം വന്നത് അതൊന്ന് കംപ്ലീറ്റ് ചെയ്താലോ എന്ന്. അങ്ങനെയാണ് രണ്ട് എൻറ്റിറ്റി ആയിട്ട് കിടക്കുന്നത്. അത് കാശി ഒരു ഭാഗവും കോഴിക്കോട് ഒരു ഭാഗവും. അത് യാത്രയുടെ ഒരു ഡിഫറൻസാണ്. ഗുജറാത്തിലിടുന്ന സമയത്ത് ഞാൻ കാശിയെ കുറിച്ചും കോഴിക്കോട് എത്തിയപ്പോൾ കോഴിക്കോടിനെ കുറിച്ചും, പിന്നെ അത് ബ്ലെൻഡ് ചെയ്യാന്നുള്ളതായിരുന്നു എനിക്കുള്ള പണിയല്ലേ. താങ്കൾ യാത്ര പോയപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഒരു 16-ലധികം തവണ കാശിയിലേക്ക് പോയിട്ടുണ്ട്. പക്ഷെ യാത്രയിൽ എവിടെ പോയ സ്ഥലങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് ചോദിക്കുമ്പോൾ രാജസ്ഥാനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതെന്താ ഈ ഒരു കാശി ഇഷ്ടപ്പെടുന്ന ഒന്നുമില്ല സത്യം പറഞ്ഞ. കാശി ഞാൻ ഏറ്റവും കൂടുതൽ എന്താ പറയാ, കോൺട്രവേഴ്സി ആവും എനിക്കറിയില്ല, എനിക്ക് ഒരുമാതിരി ഇതാണ് കാശിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വൃത്തികെട്ട ഒരു നഗരം, വൃത്തികേടുകൾ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ പെരിഫറലായി നോക്കുന്ന സമയത്ത്. പക്ഷെ എന്നാലും എന്നെ കാശിയിലേക്ക് ഇങ്ങനെ ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു എലമെന്റ്. ആ എലമെന്റ് എന്താണെന്ന് എനിക്ക് മനസ്സിലാവാറില്ല. ഈ പറഞ്ഞ മൃതദേഹങ്ങൾ കത്തുന്നത്, അതിന്റെ ഗന്ധം, അതിന്റെ പുക, പിന്നെ അഴുകി ജീർണിച്ച മൃതദേഹങ്ങള്, പിന്നെ കുഴമ്പ് രൂപത്തിൽ ഒഴുകുന്ന ഗംഗ, ഇതൊക്കെയാണ് അവിടെ കാണുന്നതെങ്കിൽ പോലും സംതിങ് അട്രാക്ട്സ് മീ. അതെന്താ എനിക്കറിയാം. ഞാൻ രാത്രി മണികർണികയിൽ പോയിട്ട് ഇങ്ങനെ ഇരിക്കും, മൃതദേഹങ്ങൾ കത്തുന്നത് നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പൊ അവിടുത്തെ ഓരോ മനുഷ്യരുടെയും മുഖത്തുണ്ടാകുന്ന വികാരങ്ങളെ കുറിച്ചൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിക്കും. ഇയാളിപ്പോ എത്ര ഇതോടെ ഓടി നടന്നൊരു മനുഷ്യനായിരിക്കും, അയാളിതാ കത്തി 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 നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ചാരമായി തീർന്നു പോവുക. അതായത് ഒരു പൂർണ്ണ മനുഷ്യൻ, അയാളെങ്ങനെ വലിച്ചു കൊണ്ടുവന്ന് അതിന്റെ മുകളിൽ വെക്കുന്നു, തീ കത്തുന്നു. ആ ഒരു മനുഷ്യൻ അങ്ങനെ, ഒരു മനുഷ്യ ജന്മം ഇങ്ങനെ കത്തി 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 ഇല്ലാതായി പോകുന്നു. പിന്നെ അയാളില്ല.
നമ്മൾ നോക്കുന്ന സമയത്ത് ആ ഒരു ഇമേജ് ഇല്ല, ആ ഒരു ശരീരമില്ല, ഒന്നുമില്ല. അപ്പൊ അങ്ങനത്തെ കുറച്ച് എൻലൈറ്റ്മെന്റ്സ്, ആ എൻലൈറ്റ്മെന്റ് ആയിരിക്കും എല്ലാവരും ഈ കാശിയിലേക്ക്. എത്ര ലക്ഷങ്ങളാണ് അവിടെ ഈ പറഞ്ഞ ഈ വൃത്തികേടുകളൊക്കെ ആണെങ്കിൽ പോലും എത്ര ലക്ഷങ്ങളാണ് കാശി തീരത്തേക്ക് ഇങ്ങനെ വന്നടിയുന്നത്. അപ്പൊ അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇങ്ങനെ. പക്ഷെ അതായത് ഒരു മോക്ഷം അല്ലെങ്കിൽ ആത്മാവിനെ തേടിയുള്ള യാത്ര അല്ലെങ്കിൽ അവനവനെ തേടിയുള്ള യാത്ര, ഇതൊക്കെയാണ് നമ്മൾ പൂർണ്ണാനന്ദയെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പം കമന്റുകളിലും അല്ലാതെയൊക്കെ വായിക്കാൻ സാധിക്കുന്നത്. പക്ഷെ മറ്റൊരു ആംഗിളിൽ നോക്കുമ്പം എനിക്ക് അബ്ദുവും മുനീറും ആയിട്ടുള്ള ഒരു സൗഹൃദമാണ് യഥാർത്ഥത്തിൽ അതിലുടനീളം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ അബ്ദു എങ്ങനെ അവസാനിക്കുന്നു, അല്ലെങ്കിൽ അബ്ദു ആയിട്ടുള്ള ഒരു സൗഹൃദം, അത്ര നല്ല സൗഹൃദം എപ്പോഴും നിലനിർത്തുന്ന ഒരാളാണോ? ഒരു വിധമൊക്കെ. അതായത് എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, ഒരുപാട് എന്ന് വെച്ചാൽ ഒരുപാട് കണക്ഷൻസ് ഉണ്ട്. സുഹൃത്തുക്കൾ എന്ന് പറയാൻ പറ്റില്ല. നമ്മളിപ്പോൾ എല്ലാ സ്ഥലത്തും പ്രോഗ്രാമിന് പോകുമ്പോഴാണെങ്കിൽ അല്ലെങ്കിൽ ആൾക്കാർ നമ്മളിങ്ങനെ പരിചയപ്പെടും, സംസാരിക്കും, ഓക്കെ. അല്ലാതെ എനിക്ക് ക്ലോസ് ടു ഹാർട്ട് എന്ന് പറയുന്ന സമയത്ത് ഒരു 4-5 പേര്, അവർ ജനിച്ച മുതൽക്ക് ഇപ്പൊ വരെ ഇങ്ങനെ റണ്ണിങ് ആയിട്ടുള്ള സൗർ റഫീഖ്, റാഫി റൌഫ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള ആൾക്കാർ ഇങ്ങനെ റണ്ണിങ് ആയിട്ട് പോകുന്നത്, അവരാണ് ക്ലോസ് ടു ഹാർട്ട്. അല്ലാത്ത ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നു പോയി നിൽക്കുന്ന കുറെ ബന്ധങ്ങളുണ്ട്. ഈ നമുക്ക് വായിക്കുമ്പം റഫീഖിനെയാണ് നമുക്ക് അബ്ദുവായിട്ട് ഫീൽ ചെയ്യുക. കാരണം എവിടെ പോയി ട്രാവൽ ആയാലും അല്ലെങ്കിൽ എഴുത്തായാലും റഫീഖ് എന്ന് പറയാത്ത ഒരു നിമിഷവും കടന്നു പോകുന്നത് കണ്ടിട്ടില്ല. അപ്പം ഇനി പൂർണ്ണാനന്ദക്ക് ശേഷം ഇതിന്റെ ഒരു തുടർച്ച നമുക്ക് ആവശ്യമുണ്ടെന്ന് ഓഡിയൻസ് ആവശ്യപ്പെട്ട പ്രകാരമാണ് അഗർത്ത 2ാം പാർട്ട് എഴുതിയത് എന്ന് മനസ്സിലാവുന്നു. അവിടെയും അബ്ദുവിന്റെ ഒരു എന്താ പറയണ്ട ആബ്സെൻസ്, അതാണ് നമ്മൾ അഗർത്തയിലേക്ക് നയിക്കുന്നതും. അങ്ങനെ ഇല്ലാത്തൊരു ലോകത്ത് ഞാൻ എന്താണ്, അല്ലെങ്കിൽ അബ്ദു ഇല്ലാതെ അബ്ദുവിനെ ഞാൻ വിട്ടുകൊടുത്തല്ലോ, എനിക്ക് സംരക്ഷിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ഒരു വേദനയാണ് നമുക്ക് അതിലൂടെനീളം കാണാൻ പറ്റുന്നത്. അതിനെ കുറിച്ച് താങ്കൾക്ക്? ഞാൻ ഇങ്ങനെ ഈ പൂർണ്ണാനന്ദ ഇതുപോലെ, അതായത് പൂർണ്ണാനന്ദ സ്വാമികൾ ഗംഗയിലേക്ക് ചാടുന്നു, അവിടെ എൻഡ് ചെയ്തതാ. ഇനി പ്രേക്ഷകർ വിചാരിച്ചോട്ടെ, കുറെ ആൾക്കാർ കുറച്ച് കഴിഞ്ഞാൽ നീന്തി രക്ഷപ്പെട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ മുങ്ങി മരിച്ചിട്ടുണ്ടാവും, ഒക്കെ പ്രേക്ഷകർ വിചാരിച്ചോട്ടെ എന്നൊക്കെ ഇരിക്കുന്ന സമയത്താണ് പുസ്തകം കയറി കത്തി, ആൾക്കാർ വായിക്കാൻ തുടങ്ങി, ആൾക്കാർ വിളിക്കാൻ തുടങ്ങി. അപ്പൊ പബ്ലിഷേഴ്സും വിളിക്കാൻ തുടങ്ങി, ഇതിന് 2ാം ഭാഗം ആലോചിച്ചൂടെ. അങ്ങനെ മാൻകൈൻഡ് എന്നോട് കുറെ പ്രാവശ്യം പറഞ്ഞു. ഇത് ഞാൻ പറഞ്ഞു, ഈ സിനിമകളൊക്കെ 2ാം ഭാഗം പമ്പയെ പരാജയമായിരിക്കും, അപ്പോൾ ആദ്യത്തിന്റെ വില കളയണോ എന്ന്. അല്ലെ മൂപ്പരാണ്, ഇത് നല്ല സാധ്യത ഉണ്ട്, കാശിയെ കുറിച്ച് ഇതിൽ ഓൾറെഡി 75% കോഴിക്കോടിനെ കുറിച്ചാണ്. മാർക്കറ്റ് ചെയ്യുന്ന സമയത്ത് കാശിയെ കുറിച്ച് എഴുതിയ പുസ്തകം എന്ന് പറഞ്ഞിട്ടാണ് ആൾക്കാർ ഇത് വാങ്ങിച്ചിട്ടത്. അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ എന്നോട് പറയുകയും ചെയ്തു, മാഷെ കുറച്ചും കൂടി കാശിയെ കുറിച്ച് എഴുതിക്കൂടെ, ഞങ്ങൾക്ക് കേട്ടിട്ടോ വായിച്ചിട്ട് മതിയായില്ല. അങ്ങനെ ഞാൻ വിചാരിച്ചു, ഓക്കെ, അങ്ങനെ അത്രയും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഓക്കെ, എന്നാൽ കാശിയും ഹിമാലയവും എടുത്തിട്ട് ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ എഴുതിയേക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ എഴുതി. ആൾക്കാരത് ഭയങ്കര ആസ്വദിച്ചാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അബ്ദു ഇല്ലാത്തത്, അതായത് ഞാനിത് എഴുതിയത് ആക്ച്വലി ഓരോ മനുഷ്യർക്കും നഷ്ടങ്ങൾ, അതായത് എനിക്കിതിന് മാർക്കറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. കാരണം നിങ്ങൾക്ക് ആർക്കെങ്കിലും നഷ്ടങ്ങൾ ഉണ്ടായിട്ടെങ്കിൽ ഇത് വായിച്ചോളൂ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടാവും എന്തെങ്കിലും ഒരു തരം. മനുഷ്യനായിട്ടുള്ള സാമ്പത്തികമായിട്ട് എന്തെങ്കിലുമൊക്കെ നഷ്ടങ്ങളും വേദനകളും ഇല്ലാത്ത മനുഷ്യരില്ല. അപ്പോൾ ഈ വേദനകൾക്കുള്ള ഒരു ഒറ്റമൂലി എന്നുള്ള രീതിയിലാണ് ഞാൻ എഴുതിയത്. അതായത് എല്ലാവരുടെ മനസ്സിലും ഉണ്ടാവും ഒരു റിഗ്രറ്റ്, ഒരു ഗിൽറ്റ്, ഒരു എന്താ പറയാ, എന്തിനാണ് അങ്ങനെ സംഭവിച്ചത്, അങ്ങനെ അവൻ ഇപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അവളിപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളൊരു ഫീല് ജീവിക്കുന്ന കുറേ മനുഷ്യന്മാരുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ഉത്തരം തേടിയാണ് നടക്കുന്ന മനുഷ്യൻ. എന്തിനാണ് അങ്ങനെ സംഭവിച്ചത്, ദൈവം എന്തിനാ അവനോട് അങ്ങനെ ചെയ്തു, അല്ലെ എന്നോട് എന്തിനും ചെയ്തു എന്ന് ചോദിക്കും. അപ്പൊ ഈ ചോദ്യം ഞാൻ എന്നോട് എത്രയോ കാലങ്ങളായി ചോദിക്കുന്നുണ്ട് പല പല കാര്യങ്ങൾക്കായിട്ട്. അപ്പൊ ഇതിൻ്റെയൊക്കെ ഒരു ഉത്തരം ഞാനൊന്ന് അന്വേഷിച്ച് നോക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും അത് കണ്ടെത്താൻ ആഗ്രഹം ഉണ്ടാവും. അപ്പൊ ഈ ആൾക്കാരൊക്കെ എൻ്റെ കൂടെ സഞ്ചരിക്കുന്നുണ്ട്. അതാണ് ഇൻബോക്സിൽ ഇങ്ങനെ വരുന്നത്, പക്ഷെ ഞാൻ ഇങ്ങനെയൊക്കെ ചോദിച്ചു നോക്കിയിട്ടുണ്ട്, എനിക്ക് ഇതുവരെ ഒരു ഉത്തരം കിട്ടിയിട്ടില്ല. അതായത് മരിക്കുന്നവരെ എല്ലാവർക്കും ഉത്തരം കിട്ടാത്ത കുറെ ചോദ്യങ്ങൾ എല്ലാവരും ഉള്ളിലുണ്ട്. സത്യം. അങ്ങനെ പറയണമെങ്കിൽ അത്തരം ചോദ്യങ്ങളെ അല്ലെങ്കിൽ അത്തരം ഇമോഷൻസിനെ സെൽഫ് മാർക്കറ്റിങ്ങിലൂടെ ഒരു നല്ല രീതിയിലുള്ള ബിസിനസ്, അല്ലെങ്കിൽ നമ്മൾ എഴുതുന്നതിന് ഞാൻ കണ്ടൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എപ്പോഴും നമ്മൾ എഴുതിയത് അവിടെ തന്നെ ഇരിക്കുകയാണെങ്കിൽ ഇത് ആരും വായിക്കപ്പെടൂല. പ്രത്യേകിച്ച് പുതുതലമുറ എപ്പോഴും ഡിജിറ്റൽ മീഡിയയിൽ മാത്രമുള്ള സമയത്ത്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ കൗതുകരമായിട്ടും അല്ലെങ്കിൽ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നിസാർ ഇൽത്തുമിഷി അത് സെൽഫ് മാർക്കറ്റിംഗിലൂടെ ഭയങ്കര പ്രൊമോഷൻ ചെയ്യുന്നുണ്ട്. അതിലൂടെയാണ് ഈ പുസ്തകങ്ങൾ നമ്മളിലേക്കെല്ലാം എത്തിയത് പോലും. തീർച്ചയായും, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാ ഇതിലും ഇന്റർവ്യൂവിലും പറയുന്നുണ്ട്. ഈ പുസ്തകം ഇറങ്ങി ഒരു 1.5 വർഷം എന്റെ വീടിന്റെ കട്ടിലിന്റെ അടിയിൽ കടന്ന പുസ്തകം, ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കിയിട്ടില്ല. അപ്പോൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ കേൾക്കും, അതൊന്നും എടുത്ത് കളയോ തൂക്കി വെക്കുവോ, കാരണം ഇവിടെ ക്ലീൻ ചെയ്യണമല്ലോ. അപ്പൊക്കെ ഞാൻ പറയേ ഏതെങ്കിലും കാലത്ത് ആർക്കെങ്കിലും കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് തൂക്കി വിറ്റ് കളയാ, ക്ഷമി എന്ന് പറഞ്ഞതാ.
അങ്ങനെ ഒരു ഇത് എഴുതിയതിനു ശേഷം ഒരു 5-6 പ്രാവശ്യം കാശിയിൽ പോയി. അന്നൊന്നും ഞാൻ ഇൻസ്റ്റഗ്രാം ഇങ്ങനെ വീഡിയോ എടുക്കാൻ യൂസ് ചെയ്തിട്ടില്ല. റീല് കാണുക, കുറേ വീഡിയോ കാണുക, അതിങ്ങനെ മെൻഷൻ ചെയ്യും, ഫ്രണ്ട്സിന് ഇങ്ങനെ അയച്ചു കൊടുക്കും, ചിരിക്കും, കഴിഞ്ഞ്. അങ്ങനെ വേസ്റ്റ് ചെയ്തൊരു 1.5 വർഷം. അങ്ങനെ ഈ 1.5 വർഷം കഴിഞ്ഞിട്ട് ഈ ഒരു പ്രാവശ്യം കാശിയിൽ പോയി വരുന്ന സമയത്ത് ഞാൻ ആ വീഡിയോ ഉണ്ടല്ലോ, മൃതദേഹങ്ങൾ ഇങ്ങനെ എറിഞ്ഞ് കത്തിക്കുന്ന, അപ്പൊ ആ ഒരു വീഡിയോ എടുത്തിട്ട് ചുമ്മാ അതിന്റെ അടിയിൽ ഇങ്ങനെ ലാസ്റ്റ് ഒരു 10 സെക്കൻഡ് പറഞ്ഞു, കാശിയെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഞാനൊരു പുസ്തകം, അതിന് ഞാൻ നാണിച്ചാ പറയുന്നത്, പുസ്തകം എഴുതിയിട്ടുണ്ട്, വേണമെങ്കിൽ വായിച്ചോളൂ, നൂറുൽ മുനീറുൽ പൂർണ്ണാനന്ദ എന്നാണ് പേര്. ആ വീട്ടിലെത്തിയപ്പോഴേക്കും ഈ വീഡിയോ 2-3 മില്യൺ കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിയിൽ ഫുള്ള് ബ്രോ 1 ബുക്ക് എന്ന് പറഞ്ഞിട്ട് ബുക്കിംഗ് ആയിരുന്നു. അന്ന് തുടങ്ങിയതാ. ആ കട്ടിലിന്റെ അടി ആ ദിവസം കാലിയായി. പിന്നെ 500 അടിച്ചു, പിന്നെ 1000, പിന്നെ 2000, 10,000, അങ്ങനെ കോപ്പികൾ ഇപ്പോഴും ഭയങ്കര മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേ ഞാൻ മനസ്സിലാക്കിയത്, ആദ്യത്തെ റീല് അങ്ങനെ പോയി, അബദ്ധത്തിൽ ചക്ക ഇട്ടപ്പോ മുയൽ ചത്തു എന്ന് പറഞ്ഞ പോലെ. പിന്നെ എനിക്ക് തോന്നി, ആഹാ ഇത് കൊള്ളാലോ. പിന്നെ ഞാൻ മനസ്സിലാക്കി ട്രിക്ക്, ഓക്കെ ഇപ്പൊ ടെക്നിക്ക് പിടികിട്ടിയെന്ന് പറഞ്ഞ പോലെ ഞാൻ ആ ഒരു ആൾക്കാർ എന്താണോ കാണാൻ ആഗ്രഹിക്കുന്നത് അത് വെച്ചിട്ട് ഞാൻ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തു. അങ്ങനെയാണ് ഈ പുസ്തകം മാർക്കറ്റ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഈ ഞാൻ പറഞ്ഞ ഈ 10 എഡിഷനും 15 എഡിഷനും ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ അതിൽ പബ്ലിഷറിന്റെ കോൺട്രിബ്യൂഷൻ ഒരു 30% വിചാരിച്ചോ, 70% ഞാൻ ഇരുന്ന് തള്ളി ഉണ്ടാക്കിയത്. അല്ല, അതിന്റെ ഉദാഹരണമാണ് ഇപ്പം ഈ നൂറുൽ മുനീർ പൂർണ്ണാനന്ദക്ക് ശേഷം ഓഡിയൻസിന്റെ ആവശ്യപ്രകാരമാണ് അഗർത്തയിലേക്ക് താങ്കൾ എത്തുന്നത്. അഗർത്തയിലെ സൽത്തനജ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ശരിക്കും ആയ്മ കയ്യിലേക്ക് എത്തുന്നത്. അവ തുടർച്ചയായിട്ട് താങ്കൾക്ക് എഴുതാനുള്ള ഒരു എന്താ അവസരം ലഭിക്കുന്നത് ഇത്തരത്തിലുള്ള പ്രൊമോഷനിലാണ്. ഇപ്പം എന്റെ ചോദ്യം, എഴുത്തുകാർ മുമ്പായാലും ഇപ്പോ ആയാലും അവര് ഒരു സഞ്ചിയിലിട്ട് ഇങ്ങനെ തോളിലേറ്റി നടന്ന് ഏതെങ്കിലും പിന്നെ വർക്ക്ഷോപ്പിലോ അല്ലെങ്കിൽ ഏതെങ്കിലും അസോസിയേഷന്റെ പരിപാടിയിൽ എന്റെ പുസ്തകം ഒന്ന് വാങ്ങിക്കോ അല്ലെങ്കിൽ ഒന്ന് വാങ്ങിക്കോ എന്നുള്ള ഒരു രീതി, അവര് പട്ടിണിയും ദാരിദ്ര്യത്തിന്റെ കഥയായിരുന്നു എപ്പോഴും പറയാനുണ്ടായിരുന്നത്. പിന്നെ നല്ല ബുക്സ് ഒക്കെ നമ്മൾ എടുക്കണമെങ്കിൽ തന്നെ നമ്മൾ ഏതെങ്കിലും വീക്ക്ലിയിലോ മാസികയിലൊക്കെ വരണം, അല്ലാതെ ഇല്ല. പക്ഷെ ഇപ്പൊ അങ്ങനെയുള്ള ബുക്സ് പോലും നമുക്ക് എത്ര സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ഉണ്ട്. ഇപ്പൊ സിനിമ പോലും തിയേറ്ററിൽ എത്ര കളിച്ചു, അത് എത്ര വലിയ സ്റ്റാർ ആയാൽ പോലും അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങളെ ആവശ്യമുള്ളൂ എന്നുള്ളടത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ ആ തരത്തിലാകുമ്പോ എഴുത്തുകാർ ഒന്നുകൂടി ഇതും കൂടി കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക് വരേണ്ടതുണ്ട് എന്നുള്ളത് അതൊരു ടാസ്ക് ആയി മാറുന്നുണ്ട്. അതായത് അപ്രോച്ചബിൾ ആയിരുന്നില്ല എഴുത്തുകാരൊന്നും. അതായത് സിനിമാ നടന്മാരൊക്കെ പിന്നെ നമുക്ക് എവിടെയെങ്കിലും കാണാൻ വിചാരിക്കാം. ഇപ്പൊ MT സാറാണെങ്കിലും മുകുന്ദ സാർ, അവരൊന്നും നമുക്ക് അങ്ങനെ പോയി കാണാനോ, അവർ പേടിയാണല്ലോ അവരൊക്കെ അപ്രോച്ച് ചെയ്യാൻ. അപ്പൊ അങ്ങനെ ഭയന്ന് മാറി നിൽക്കേണ്ടവരല്ല എഴുത്തുകാർ, നമ്മൾ നിങ്ങളുടെ ഇടയിലുള്ളവരാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കടന്നു വന്നത്. അപ്പൊ നമ്മൾ വളരെ സോഷ്യലായിട്ട് വളരെ മിംഗ്ലിംഗ് ആയിട്ട് ആൾക്കാരുടെ ഇടയിലൊക്കെ തന്നെ ജീവിച്ച് നിൽക്കുന്ന ഒരു ആള്. അപ്പോ കുറച്ചും കൂടി എളുപ്പമായി എനിക്ക് കാര്യങ്ങൾ. ഞാൻ അങ്ങ് ദൂരെ ഇരുന്നിട്ട് എന്റെ പുസ്തകം എഴുതിയിട്ട് വാങ്ങിക്കോളൂ എന്ന് പറഞ്ഞ ഒരാളും വാങ്ങൂല എന്ന് എനിക്ക് മനസ്സിലായി. അതേസമയം ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ നമ്മുടെ മുഖം ഡെയിലി ഇങ്ങനെ കാണുകയാണ്. അതായത് ഇപ്പം ഈ കോഴിക്കോട് അങ്ങാടിയിലൂടെ മുകുന്ദൻ നടന്നു പോയാൽ എത്ര ആൾക്കാർക്ക് മനസ്സിലാവും? ഒരാൾക്കും മനസ്സിലാവില്ല, വളരെ ചുരുങ്ങിയ ആൾക്കാർക്ക് മാത്രമേ അദ്ദേഹത്തെ മനസ്സിലാവുള്ളൂ. അതേസമയം ഇതിൽ ഇൻസ്റ്റഗ്രാമിൽ റീലിട്ട് നടക്കുന്ന ആരെങ്കിലും ഒരാൾ പോയി അത്രയും ആൾക്കാർ അവരെ വളഞ്ഞു പിടിക്കും. അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ നമ്മുടെ മുഖം എത്രത്തോളം ആൾക്കാർ കാണുന്നുണ്ട്. അപ്പോൾ എന്റെ മുഖവും ഈ പുസ്തകവും ആൾക്കാർ കണക്റ്റഡ് ആയി. ഈ പുസ്തകം കാണുമ്പോൾ എന്നെ ഓർക്കും, എന്നെ കാണുമ്പോൾ പുസ്തകം ഓർക്കും. അതെന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അല്ല, അതിനുള്ള ഒരു തെളിവാണ് താങ്കൾ സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പ് വെക്കുന്നുണ്ട്, അതുപോലെ തന്നെ സ്ട്രേഞ്ചേഴ്സിന് യാത്രകൾ വെക്കുന്നുണ്ട്. ആ യാത്രകളിലും പങ്കെടുക്കുമ്പോ അതില് പകുതി ആൾക്കാർ ചിലപ്പോൾ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടാവും. നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ലക്ഷക്കണക്കിന് വ്യൂവേഴ്സ് ഈ റീൽസിന് ഉണ്ടെങ്കിലും എല്ലാരും പുസ്തകം വായിക്കുന്നവരല്ല. പക്ഷെ എല്ലാവർക്കും താങ്കളെ അറിയാം, താങ്കളുടെ കഥ കേൾക്കാൻ അവർക്ക് ഇഷ്ടമാണ്. അപ്പോൾ അത്തരം ക്യാമ്പുകളിൽ ഡയറക്റ്റ് ഒരു കഥാകാരനിൽ നിന്ന് ഡയറക്റ്റ് കഥ കേൾക്കാനുള്ള ഒരു അവസരമാണ് ഓഡിയൻസിന് ലഭിക്കുന്നത്. അത്തരത്തില് എനിക്ക് തോന്നുന്നില്ല മറ്റുള്ള ഒരു എഴുത്തുകാരിൽ അങ്ങനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. കേരളത്തിൽ തന്നെ അത്തരം ഒരു രീതി ആദ്യമായിട്ട് താങ്കളാണ് അത് സ്വീകരിക്കുന്നതാണെന്ന് തോന്നുന്നത്. മറ്റുള്ള എന്റെ ഒരു റെഫറൻസ് വെച്ചിട്ട് ഒരു എഴുത്തുകാരൻ, അതായത് ഈ പുസ്തകത്തിൽ പറഞ്ഞ അതേ കഥ അവരെ ഇരുത്തി നേരിട്ട് ആ അനുഭവങ്ങൾ കഥാരൂപത്തിൽ പങ്കുവെക്കുന്ന ഒരു രീതി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. കാരണം ആൾക്കാർക്ക് കേൾക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ പറയാൻ ഭയങ്കര രസമാണ്. അപ്പൊ അത് നമ്മളെ വീട്ടിലിരുന്ന് പറയുന്നതിന് പകരം ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ചിട്ട് കഥ പറയാം. അപ്പൊ അത് ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്. അപ്പൊ ഫസ്റ്റ് ഞാൻ അനൗൺസ് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ച ആരും വരലുണ്ടാവില്ല എന്നായിരുന്നു. മേഘാലയ പോയപ്പോൾ 30 പേർ ആണ് അന്ന് ട്രെയിനിൽ കയറിയത്. അതായത് ഞാൻ ഇന്ന ട്രെയിനിലുണ്ട്, ഇന്ന സീറ്റിലുണ്ട്, താല്പര്യമുള്ളവർ ആ ട്രെയിനിൽ കയറിയിട്ട് നമുക്ക് പരിചയപ്പെടാന്നുള്ള ഒരു കോൺസെപ്റ്റ് ആയിരുന്നു. അപ്പൊ എന്റെ ഒരു വാക്കിനെ വിശ്വസിച്ച് 30 ആൾക്കാർ ആ ട്രെയിനിൽ കയറി വരും ഞാൻ വിചാരിച്ചില്ല. 10-15 ദിവസം
ഒരു യാത്രയായിരുന്നു, ഭയങ്കര ഒരു ഇമോഷൻ ആയിരുന്നു അത്. അപ്പൊ നെക്സ്റ്റ് ഇനിയിപ്പം ഉടനെ തന്നെ ഉണ്ടാവും അതുപോലത്തെ യാത്ര. ഈ അപരിചിതരായ ആൾക്കാരെ ഹാൻഡിൽ ചെയ്യുക അല്ലെങ്കിൽ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, പല കൾച്ചറിന്ന് വരുന്ന ആൾക്കാർ, അത് ബുദ്ധിമുട്ടായിട്ടാണോ തോന്നിയത്, അല്ല ഭയങ്കര ഇഷ്ടമായിട്ടാണോ ഇൻട്രസ്റ്റിംഗ് ആയിട്ടത്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടത്. കാരണം ഒന്നാമത് യാത്രയോട് അത്രയും പ്രണയമുള്ള ആൾക്കാരായിരിക്കും ആ ട്രെയിനിൽ കയറിയിട്ടുണ്ടാവുക. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ഒരു റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുക്കൂല, ഒരു ചായ പോലും ഞാൻ വാങ്ങി തരൂല, എവിടെയെങ്കിലും വീണാലും സ്വന്തം എണീറ്റ് പോരാ, ഇത്രയും കാര്യങ്ങൾ ഞാൻ എൻ്റെ അഡ്വർടൈസ്മെന്റ് പറയുന്നുണ്ട്. എന്നിട്ടും എന്നെ വിശ്വസിച്ച് വരണമെങ്കിൽ അത്രയും ഭ്രാന്തുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ അതെനിക്ക് വളരെ ഈസിയാണ്. അപ്പോൾ നമ്മളിപ്പം ചിറാപ്പുഞ്ചിയിലൊക്കെ പോയ സമയത്ത് ഇത്രയും അവേഴ്സ്, 4-5 അവർ യാത്ര ചെയ്ത് കഷ്ടപ്പെട്ട് അവിടെ എത്തിയപ്പോഴാണ് പറയുന്നത് അവിടെ ഓപ്പൺ ചെയ്തിട്ടില്ല. അപ്പൊ ഇവരൊക്കെ എന്നെ ഇങ്ങനെ നോക്കുക, എന്നെ ചൂടാൻ പറ്റില്ല. ഞാൻ പറഞ്ഞിട്ട് അപ്പോഴേ റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുക്കൂല. വേറെ ഒരു പാക്കേജിന്റെ കൂടെ പോവാണെങ്കിൽ അവർ നിങ്ങൾ എന്ത് പണിയായി ചെയ്തൊക്കെ നിങ്ങൾക്ക് നോക്കിക്കൂടെ എന്ന് ചോദിക്കും. പക്ഷെ എന്നോട് ചോദിക്കാൻ പറ്റൂല. ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളെ പോലെ തന്നെ ചോദിച്ചു പോവാ. അപ്പൊ അത് ഭയങ്കര എക്സ്പീരിയൻസ്. ആ ബോണ്ട് ഭയങ്കര സ്ട്രോങ് ആണ്. ഞങ്ങളൊക്കെ ഇപ്പോഴും ഭയങ്കര കണക്റ്റഡ് ആണ്. അത് വാട്സപ്പ് ഗ്രൂപ്പ് ഹാൻഡിൽ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. അതുപോലെ തന്നെ DM-ഉം ഡയറക്റ്റ് മെസ്സേജ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ പുസ്തകങ്ങളിൽ എഴുതി ഒപ്പിട്ട് തരാം. ആദ്യമൊക്കെ ഒരു പാരഗ്രാഫ് ആയിട്ടായിരുന്നു പുസ്തകങ്ങളിലൊക്കെ എഴുതി തന്നിരുന്നത്. അതിപ്പോഴും ഒരു വാക്കെങ്കിലും ഓഡിയൻസിന് എല്ലാവർക്കും അത് ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണത്. അതായത് നമ്മുടെ ഒരു റൈറ്ററിന്റെ കയ്യിൽ നിന്ന് ഒരു പുസ്തകം കിട്ടും, അതിൽ അയാളുടെ ഒപ്പ് എന്ന് പറയുമ്പോൾ അത് ഭയങ്കര പ്രഷ്യസ് ആയിട്ട് കാണുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ ആ ഇമോഷൻ എനിക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് എല്ലാ പുസ്തകം എൻ്റെ കയ്യിൽ നിന്ന് പോകുന്ന എല്ലാ പുസ്തകത്തിലും ഞാൻ ഒരു വരി എഴുതും, പേരെഴുതും, ഒപ്പിട്ടിട്ടാണ്, പിന്നെ ഡിയർ ആരാണോ പേര് അത് വായിച്ചിട്ടാണ് അയച്ചു കൊടുക്കുന്നത്. അപ്പൊ അതൊരു ഭയങ്കര പ്രഷ്യസ് ആയിട്ട് അവരും സൂക്ഷിക്കുന്നുണ്ട്. അപ്പൊ അത് മേ ബി അതിന് മാർക്കറ്റിംഗിന്റെ സൈഡായിട്ട് വേണമെങ്കിലും പറയാം. അത് പക്ഷെ നമുക്ക് എത്രത്തോളം മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളത് അറിയില്ല. ഇനി ഓഡിയൻസ് കൂടും. ബട്ട് ഇങ്ങനെയുള്ള യാത്രകളിലും അതുപോലെ തന്നെ സംസാരത്തിലും എപ്പോഴും കാണാൻ സാധിക്കുന്നത് ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് താങ്കളുടെ ഭാഗത്ത് നിന്ന് എപ്പോഴും ഉണ്ടാവാറുണ്ട്. അത്തരത്തിലുള്ള എന്തെങ്കിലും സംഭവിച്ചാൽ അതിനു വേണ്ടി ഒന്ന് സംസാരിക്കും. ഒരു 2 മിനിറ്റ് സംസാരിക്കാതിരിക്കില്ല. ഈ യാത്രയിൽ പോലും ട്രെയിനിൽ പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമ്പോൾ അതിനെതിരെ പറയാ, അല്ലെങ്കിൽ റീലിടുക, അല്ലെങ്കിൽ താങ്കളുടെ ഭാഗത്ത് പറയാൻ. UAE പോയപ്പോൾ അവിടുത്തെ ലേബേഴ്സിനെ കുറിച്ചിട്ട് ധാരാളമായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. UAE എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ദുബായ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊക്കെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വപ്ന നഗരമാണ്, എല്ലാരും പോവാൻ ആഗ്രഹിക്കുന്ന. അല്ലെങ്കിൽ കേരളം ഇങ്ങനെ ആയതിന്റെ ഒരു കാരണം തന്നെ അത്തരം പ്രവാസികളാണ്. ഇന്ത്യയിൽ നിന്ന് മറ്റുള്ള സംസ്ഥാനത്തിൽ നിന്ന് കേരളം വ്യത്യസ്തമായിരിക്കുന്നത് തന്നെ ഇവിടുന്ന് കയറിപ്പോയ പ്രവാസികൾ ഉള്ളത് തന്നെയാണ് ഒരു കാരണം. മാറി വന്ന ഭരണകൂടങ്ങളുണ്ട്, എങ്കിൽ കൂടി ഒരു പ്രധാന കാരണം അതാണ്. അപ്പം അത്തരം ഒരു പ്രവാസ ജീവിതത്തെ ഇത്തരത്തിലാണ് താങ്കൾ കാണിച്ചിരുന്നത്. അപ്പൊ അതിന്റെ ഒരു യാഥാർത്ഥ്യത്തെ എങ്ങനെയാണ്? അത് ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം പ്രോഗ്രാമിന് പോയ സമയത്താണ് നമ്മുടെ സ്പോൺസർ എന്നെ കൊണ്ടുപോയി ഇങ്ങനെ കാണിച്ചു തരുമായിരുന്നു. ഇങ്ങനെ ലേബർ ക്യാമ്പുകളും മറ്റ് സ്ഥലങ്ങളും. അപ്പൊ ഈ ലേബർ ക്യാമ്പിന്റെ ദുരിതങ്ങൾ കുറേ സിനിമകളിലും ഇതിലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത സ്ഥലങ്ങളാണ് ഈ കഫറ്റീരിയാസ്, അതുപോലത്തെ സൂപ്പർ മാർക്കറ്റുകൾ, പിന്നെ ബക്കാലകൾ. ഇവിടെയൊക്കെ ഉള്ള ആൾക്കാരെന്ന് വെച്ചാൽ അവർ കാണുന്ന സമയത്ത് അവർ വെൽ ഡ്രസ്ഡ് ആണ്, ടൈയും കോട്ടും ഒക്കെ കെട്ടിയിട്ടുണ്ടാവും. പക്ഷെ അവരുടെ വർക്കിംഗ് അവേഴ്സ് പറഞ്ഞാൽ 14-15 മണിക്കൂറൊക്കെയാണ്. വർഷത്തിൽ ഒരു ലീവ്, വലിയ പെരുന്നാളിന്, അര ലീവ് ചെറിയ പെരുന്നാൾ, ഈ 2 ലീവ് വെച്ചിട്ടാണ് വിത്തൗട്ട് ലീവ് അവരിങ്ങനെ വർക്ക് ചെയ്ത്. അപ്പൊ എവിടെയാണ് ഈ മനുഷ്യാവകാശം എന്നൊക്കെ പറയുന്ന സംഭവം? ഇതൊന്നും ചെയ്യുന്നത് UAE ഗവൺമെന്റ് അല്ല. അത് പ്രധാനമായിട്ടും എക്സിസ്റ്റ് ചെയ്യുന്നത് മലയാളി മുതലാളിമാരുള്ള കടകളിലാണ്. അതായത് നമ്മളിപ്പോൾ വലിയ രീതിയിൽ അവരിവിടെ ചാരിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണ്. ഈ പറഞ്ഞ മുതലാളിമാരൊക്കെ അവർ നന്നായി പൈസ അയക്കുന്നുണ്ട്, എല്ലാ ചാരിറ്റി ഓർഗനൈസേഷനും പൈസ അയക്കുന്നുണ്ട്. പക്ഷെ സ്വന്തം തൊഴിലാളികളോട് കരുണയില്ല. അത്രയും ബ്രൂട്ടലായിട്ടാണ് അവർ ട്രീറ്റ് ചെയ്യുന്നത്. ഒരു ദിവസം പോലും പനി വന്നാൽ പോലും ശമ്പളം കട്ട് ചെയ്യും, നാട്ടിലേക്ക് വന്നാൽ ശമ്പളം ഇല്ല. അങ്ങനെയൊക്കെ ജീവിക്കുന്ന കുറേ മനുഷ്യന്മാരുണ്ട്. ഈ സോക്കോൾഡ് ടൈയും കോട്ടും കെട്ടി നല്ല കുട്ടപ്പന്മാരായി നിൽക്കുന്ന ആൾക്കാരൊക്കെ ഞാൻ സംസാരിക്കുന്ന സമയത്ത് അവരൊക്കെ പറയാം, പെട്ടുപോയി, ഒരു രക്ഷയില്ല. അവരുടെ സാലറി എന്ന് പറഞ്ഞാൽ അത്രയൊക്കെ ഉള്ളൂ, 800-1000 ദിർഹത്തിനൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ. അപ്പൊ അത് കണ്ട സമയത്ത് എനിക്ക് തോന്നി, എന്തായാലും ഇതിനെതിരെ ഒന്ന് ആർക്കെങ്കിലും രക്ഷപ്പെടാൻ പറ്റുക, അല്ലെങ്കിൽ ആർക്കെങ്കിലും രക്ഷപ്പെടുത്താൻ പറ്റുകയാണെങ്കിൽ പറ്റട്ടെ എന്ന് വിചാരിച്ചിട്ടായിരുന്നു അങ്ങനെ പറഞ്ഞു. അതിനുശേഷം എന്തെങ്കിലും വിളികളോ അല്ലെങ്കിൽ അത്തരം അസോസിയേഷൻസിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രതികരണമോ അത്തരം മൂവ്മെന്റോ? കാരണം UAE ഗവൺമെന്റ് ഒരു നല്ല ലേബർ ലോ ഫോളോ ചെയ്യുന്ന ഒരു ഗവൺമെന്റ്. പക്ഷെ ഇത്തരത്തിൽ ഈ മലയാളികൾ അവിടെ പോകുമ്പം അവര് കേരളത്തിലെ ഇന്ത്യൻ റുപ്പീസ് വെച്ചിട്ടാണ് സാലറി കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, 8000 ദിർഹാണെങ്കിൽ നാട്ടിൽ 20,000 രൂപയായില്ലേ? ആ രീതിയിലാണ് അവർ കാണുക. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെ പിന്നെ ഇവര് ജോലി നഷ്ടപ്പെടും എന്നുള്ളത് ഇവര് കംപ്ലൈന്റ് കൊടുക്കാനും മുതിരൂല, അങ്ങനെയൊക്കെ കുറെ ഉണ്ട് ചീട്ടി. ഞാൻ എത്രയോ ആൾക്കാർ അത് ആ വീഡിയോ കണ്ടതിന് ശേഷം എത്ര ആൾക്കാരെ ഞാൻ അവിടെ എന്തോ ഉള്ള വർക്ക് എനിക്ക് ഹോൾഡ് ഉണ്ട് എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും, ബ്രോ ഞാനിങ്ങനെ പെട്ടുപോയതാണ്, എന്നെ രക്ഷിക്കും, എന്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട് ആധാരം പണയം വെച്ചിട്ട് വന്നതാണ്.
അങ്ങനെയാണ് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ എത്രയോ മെസ്സേജുകൾ. അപ്പം ഞാൻ പറഞ്ഞു ബ്രോ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ ഇന്ത്യയിലാണ്, ഞാൻ ചുമ്മാ ഒരു വിസിറ്റിന് വന്ന സമയത്ത് ഞാൻ നിങ്ങളുടെ അവസ്ഥ കണ്ടപ്പോൾ ഞാനൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ, അത് ആരെങ്കിലും അധികാരികൾ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്. അതിന് പലർക്കും ഞാൻ പല റെഫറൻസസ് കൊടുത്തിട്ടുണ്ട്, അവർക്ക് പറ്റുകയാണെങ്കിൽ രക്ഷിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട്. സോഷ്യൽ കമ്മിറ്റ്മെന്റ് കൂടുതലായിട്ടുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഇത്തരം റീൽസും ഇത്തരം അനുഭവങ്ങളൊക്കെ പൊതുജനങ്ങളോട് പങ്കുവെക്കാനുള്ള അത്തരം സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉണ്ടാവുമ്പോൾ തന്നെ അതൊരു ഹാൻഡിൽ ചെയ്യാൻ അല്ലെങ്കിൽ ഒരു റിസ്കി ഫാക്ടറായിട്ട് എപ്പോഴെങ്കിലും അനുഭവം ആ ഒരേ സമയം അത് പ്രശ്നമാണ്. കാരണം നമ്മളിപ്പോ നല്ലതിന് വേണ്ടിയാണ് പറയുന്നതെങ്കിൽ പോലും അപ്പൊ ആ മുതലാളിമാർ നമ്മളെ ശത്രുക്കൾ. ഇവനിപ്പോ ഇവിടെ നിന്ന് വലിഞ്ഞേറി വന്നതാ, നമ്മളിവിടെ ഇവർക്കൊന്നും പ്രശ്നമില്ല, ഇവനാണോ പ്രശ്നം. അപ്പൊ എപ്പോഴും രണ്ട് സൈഡ് ഉണ്ടാവും. നമ്മൾ എങ്ങനെ നല്ല കാര്യം പറഞ്ഞാലും അതിനൊരു നെഗറ്റീവ് സൈഡ് ആൾക്കാർ കണ്ടെത്തും, പിന്നെ അതിന്റെ മുകളിലായിരിക്കും കയറി പിടിക്കുക. അപ്പോൾ നമുക്ക് പറയാനുള്ള അങ്ങ് പറഞ്ഞു പോവുക, അതിന്റെ പുറകിൽ ഇങ്ങനെ തൂങ്ങി നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അപകടം. അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ അവസാനം വന്ന പുസ്തകം ദായമ്മക്കൈ, അത് ട്രാൻസ്ജെൻഡേഴ്സിന്റെ അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു റെസ്പോൺസ്, ഇന്ന് ഒരു പരിപാടി നടക്കാനിരിക്കുന്നതായിട്ട് കണ്ടു. നല്ല റെസ്പോൺസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അവരെ കുറിച്ചുള്ള സിനിമകൾ, എഴുത്തുകളൊക്കെ ധാരാളം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എപ്പോഴും പൊതുസമൂഹമായാലും അല്ലെങ്കിൽ കുടുംബമായാലും സുഹൃത്തുക്കളായാലും അവരെ ഒരു മാറ്റി നിർത്തുന്ന സാഹചര്യം ഇപ്പോഴും നിലവിലുണ്ട്. പക്ഷെ ആ നിലവിലുള്ള അവസ്ഥയിൽ നിന്നാണ് താങ്കൾ ഇത്തരത്തിലുള്ള ഒരു പുസ്തകം എഴുതുമ്പോൾ അവർക്കിടയിൽ നിന്ന് താങ്കൾക്ക് കിട്ടുന്ന ഒരു നല്ല, അതായത് എഴുതുന്ന സമയത്ത് എനിക്ക് പേടിയുണ്ടായിരുന്നു. കാരണം നമ്മളിത് അനുഭവിക്കാത്തൊരു സാധനം നമ്മൾ എഴുതുന്ന സമയത്ത് അവര് ഇതൊക്കെ നിന്നോട് ആരാ പറഞ്ഞു, ഇങ്ങനെയൊന്നും അല്ല എന്ന് പറഞ്ഞ് നമ്മൾ പെട്ടുപോയില്ലേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് റെഫറൻസസ് എടുത്തിട്ടുണ്ടായിരുന്നു. കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരെ കണ്ട് അവരോട് സംസാരിച്ചിട്ടൊക്കെ ഒരുപാട് റെഫറൻസസ് എടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇത് എഴുതിയത്. അപ്പൊ എഴുതി കഴിഞ്ഞ് പുസ്തകം വായിച്ചിട്ട് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാരും അല്ലാത്ത ആൾക്കാരും എന്നെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാർ പറയുന്നത് ഞങ്ങളെക്കുറിച്ച്, ഞങ്ങളുടെ ഇന്നർ ഇമോഷൻസിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞല്ലോ, അതാണ് ഞങ്ങൾക്ക് സന്തോഷം. അല്ലാതെ ഞങ്ങൾ പുറത്ത് എങ്ങനെ നടക്കുന്നു, കൈകൊട്ടുന്നു, ചിരിക്കുന്നു, ലിപ്സ്റ്റിക് ഇടുന്നു, ഇതിനെക്കുറിച്ചൊക്കെ എല്ലാവരും എഴുതാറുണ്ട്. ചാന്ത് പൊട്ട് പോലെ നടക്കുന്നു, 9 എന്ന് പറഞ്ഞ ആ സാധനങ്ങളൊക്കെ എല്ലാവരും പറയുന്നതും കളിയാക്കുന്നതാണ്. അല്ലാതെ ഞങ്ങളുടെ ശരീരത്തിനുള്ളിലുള്ള ആ ഒരാളെയും കൂടി പേറി ജീവിക്കുന്നുണ്ടല്ലോ അവര്. ഒരു ശരീരത്തിനുള്ളിൽ 2 പേരാണ് ജീവിക്കുന്നത്. അപ്പോൾ ഉള്ളിൽ ജീവിക്കുന്ന ആ വ്യക്തിയെ നിങ്ങൾ കാണിച്ചു കൊടുത്തല്ലോ. ഞങ്ങൾ പേറി നടക്കുന്ന ഭാരം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങൾ എങ്ങനെ അത് വിവരിച്ചു എന്നൊക്കെ ചോദിച്ചിട്ട് ആൾക്കാർ വിളിക്കും. പിന്നെ മറ്റേ ആൾക്കാർ, സാധാരണ ആൾക്കാർ പറയും ഞങ്ങൾ ട്രെയിനിലൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ പിടിച്ചു പറിക്കാനും തുണി നോക്കി കാണിക്കുന്ന അങ്ങനത്തെ മനുഷ്യന്മാരായിട്ടേ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഈ പുസ്തകം വായിച്ചപ്പോൾ ഭയങ്കര സങ്കടമായി. കാരണം അതിൽ കഥാപാത്രം ചോദിക്കുന്നുണ്ട്, ഒമർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കുറച്ചുകൂടി സംസ്കാരത്തോടെ സംസാരിച്ചുകൂടെ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ അവർ ചോദിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്? കാരണം 10-12 വയസ്സാകുമ്പോൾ വീട്ടിൽ നിന്ന് പുറത്താക്കുകയാണ്, അവർക്ക് എഡ്യൂക്കേഷൻ ഇല്ല, വേറൊന്നുമില്ല, നേരെ ചെന്നുപെടുന്നത് തെരുവ് വേശികളുടെ ഇടയിലേക്കും പിമ്പുകളുടെ ഇടയിലും മയക്കുമരുന്നും ഇവരുടെയൊക്കെ ഇടയിൽ ഗുസ്തി പിടിച്ച് അങ്ങോട്ടും സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്നൊക്കെ പറഞ്ഞു അടിയും പിടിയും കൂടി ജനിച്ച് വന്ന് ഇവര് എങ്ങനെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് ബിഹേവ് ചെയ്യണമെന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ അത് ഫസ്റ്റ് എനിക്ക് തോന്നുന്നു സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഫാമിലിയിൽ നിന്നാണ്. അപ്പം പലരും വിചാരിക്കുന്നു അത് നല്ല 4 ചട്ടകം പഴിപ്പിച്ച് വെച്ചാൽ മാറാവുന്ന ഒരു ഇതേ ഉള്ളൂ എന്നാണ് പലരും പറയാം. അങ്ങനെ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് ആൾക്കാർ. പക്ഷേ അതങ്ങനെ അല്ല ആക്ച്വലി. അത് പക്ഷേ എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ഒരാൾ പോലും ഇങ്ങനെ ഈ പറഞ്ഞ 2ന്റെ ഇടയിലുള്ള അവസ്ഥയിൽ ജീവിക്കാൻ ഒരാളും ആഗ്രഹിക്കില്ല. ആർക്കാ ആഗ്രഹം ഇങ്ങനെ പിന്നെ ഒരു ആണ് പെണ്ണിനെ പോലെ ഇങ്ങനെ കുഴഞ്ഞു നടക്കുന്നു, കുറേ ആൾക്കാർ ആ കളിയാക്കൽ കേൾക്കാൻ ആർക്കാ താല്പര്യം ഉണ്ടാവുക? അതേപോലെ റിവേഴ്സും ആണിനെ പോലെ ഡ്രസ്സ് ഇട്ട് അങ്ങനെ നടക്കുന്നു, അങ്ങനെയൊന്നും ആർക്കും താല്പര്യം ഉണ്ടാവില്ല. ഇറ്റ് ഹാപ്പൻസ്. അത് ഡെലിബറേറ്റ്ലി ചെയ്യുന്നതല്ല. ഇത്രയും ആൾക്കാരെ പഠിച്ചതിലൂടെ, ഇത്രയും വായിച്ചതിലൂടെ, ഇത്രയും ഡോക്ടേഴ്സുമായിട്ട് സംസാരിച്ചതിലൂടെ ഞാൻ മനസ്സിലാക്കിയതാണ്. അത് ബൈ ബർത്ത് എന്ന് വേണമെങ്കിൽ പറയാം. അത് അങ്ങനെ തന്നെയാണ് കണ്ടീഷൻ ചെയ്തിട്ടുള്ളത്. ഒരാണിന് ഇപ്പൊ നമ്മൾ ഈ സോക്കോൾഡ് ഒരു സ്ത്രീയോട് പറയാം, ഇന്ന് മുതൽ നിങ്ങൾ സ്ത്രീയുടെ കൂടെ മാത്രമേ സെക്സ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പുരുഷനോട്, ഒരിക്കലും അവർക്ക് പോസിബിൾ അല്ല. അതുപോലെ തന്നെ റിവേഴ്സും പോസിബിൾ അല്ല. അപ്പൊ ഇതാരും മനഃപൂർവ്വം ഉണ്ടാക്കിയെടുക്കുന്ന ഒന്നല്ല. അപ്പൊ എൻ്റെ സൽത്തനജ് പറയുന്നുണ്ട്, ഞാനൊന്ന് ചത്ത് മണ്ണടിഞ്ഞ് കിട്ടിയാൽ മതി, എന്നിട്ട് എനിക്ക് പുനർജനിക്കണം. 1000 എനിക്ക് പുനർജനിക്കണം. എന്നെ ഹിജഡയെന്ന് വിളിച്ചവരുടെ, 9 എന്ന് വിളിച്ചവരുടെ, ചാന്തുപൊട്ടെന്ന് വിളിച്ചവരുടെ ഒക്കെ വീടുകളിൽ എനിക്ക് 100,000 പിറക്കണം. അപ്പം മാത്രമേ അവർക്ക് മനസ്സിലാവുള്ളൂ ഈ ജന്മത്തിന്റെ ഭാരം എന്താണെന്ന്. അപ്പോൾ ഈ കഴിഞ്ഞ യാത്രയിൽ ഞാൻ ഇങ്ങനെ വരുന്ന സമയത്ത് ട്രെയിനിൽ വെച്ചിട്ട് ഒരു ട്രാൻസ്ജെൻഡറിനെ കുറേ ബോയ്സ് ചേർന്നിട്ട് ഇങ്ങനെ അസോൾട്ട് ചെയ്യാണ്. അതൊരു പാവം പിടിച്ചാണ്. സാധാരണ അവർ ചിലപ്പം പ്രതികരിക്കും, തുണി നോക്കി കാണിക്കുന്നൊക്കെ. പക്ഷെ ഇതൊരു പാവം പിടിച്ചതാട്ടോ. അവർ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാണ്, ഹം പർ ഹസ്നാ ഹെ തോ ഹസ്സോ, ഞങ്ങളെ നോക്കി ചിരിക്കണമെങ്കിൽ ചിരിച്ചോ, കളിയാക്കണമെങ്കിൽ കളിയാക്കിക്കോളൂ, കല്ലെറിയണമെങ്കിൽ കല്ലെറിഞ്ഞോളൂ. ഈ ജന്മം ഞങ്ങൾ ഇങ്ങനെ ആയിപ്പോയില്ലേ, ജീവിച്ച് തീർത്തല്ലേ പറ്റുള്ളൂ.
പക്ഷേ ഇനിയൊരു ജന്മം വരാനുണ്ട്. അതിൽ ആരായി ജനിക്കുമെന്ന് ആർക്കറിയാം? നിങ്ങൾ അങ്ങനെ അല്ലാതിരിക്കട്ടെ എന്ന്. അത് കേട്ട സമയത്ത് എനിക്ക് ഭയങ്കര ഫീൽ ചെയ്തു. കാരണം ഈ ജന്മം, ആ ജന്മത്തിന്റെ ഭാരം അവർക്ക് മാത്രമേ അറിയുള്ളൂ. ലതാ മങ്കേഷ്കറിനോട് ഒരു ദിവസം ഇന്റർവ്യൂവിൽ ചോദിച്ചു, ഒരു പാകിസ്ഥാനി ഇന്റർവ്യൂർ ആണെന്ന് തോന്നുന്നു, ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ ആരായി ജനിക്കണം എന്ന്. അപ്പോൾ അവർ പറയാണ്, ആരായാലും കുഴപ്പമില്ല, ലതാ മങ്കേഷ്കർ ആയിട്ട് ജനിക്കണ്ടെന്ന്. അപ്പോൾ ചോദിച്ചു അതെന്താന്ന്. ഈ ലതാ മങ്കേഷ്കർ എന്ന് പറഞ്ഞ ആളുടെ ഭാരം എത്രത്തോളം ഉണ്ടെന്ന് അതെനിക്കേ അറിയുള്ളൂ. നമ്മൾ കാണുന്ന സമയത്ത് വാവ്, ലോകം മുഴുവൻ ആരാധകര്, പാട്ട്, പൈസ, പ്രശസ്തി എല്ലാം ഉണ്ട്. പക്ഷെ അവരുടെ ഉള്ളിലുള്ള പെയിൻ അവർക്കേ അറിയില്ല. അതുപോലെ തന്നെയാണ് ഈ ജന്മം ജീവിക്കുന്നവർക്ക് മാത്രമേ അതിന്റെ പെയിൻ എന്താണെന്ന് അറിയുള്ളൂ, അതിന്റെ ആഗണി എന്താണെന്ന് അറിയുള്ളൂ. പുറത്തുനിന്ന് കാണുന്നവർക്കൊക്കെ തമാശയും ഇതൊക്കെ ആയിരിക്കും. അപ്പോൾ ആ ഒരു ഇന്നർ ലേയേഴ്സ് ഓഫ് ലൈഫ്, അതാണ് ഞാൻ ഇതിൽ എഴുതിയിട്ടുള്ളത്. പെരിഫറലായിട്ടൊന്നും ഞാൻ എഴുതിയിട്ടില്ല. ഇന്നർ ഇമോഷൻസിനെയാണ് ദായമ്മ കയ്യിലൂടെ ഞാൻ എഴുതിയിട്ടുള്ളത്. അല്ല, അതുകൊണ്ട് തന്നെയാണ് ദായമ്മ ഇത്തരം അവസ്ഥ, ദേശം മാറിയാലും ഭാഷ മാറിയാലും എല്ലാവർക്കും ഇത് സെയിം ആണ്. അതെ, അതുകൊണ്ടായിരിക്കും ഇപ്പൊ കേരളത്തിൽ എഴുതിയ ഒരു നോവലായിരുന്നിട്ട് കൂടിയും തമിഴ് പ്രൊഡക്ഷനാണ് ഇപ്പൊ സിനിമയാക്കാൻ വേണ്ടിട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട് പുസ്തകം. കൾച്ചറൽ ആക്സെപ്റ്റൻസ് കുറച്ചുകൂടി തമിഴ്നാട്ടിലുണ്ട്. ഇവിടെ നമ്മള് അവരെ ഒട്ടും തന്നെ, നമ്മളിങ്ങനെ പറയും അവർക്ക് സൈബർ പാർക്ക് ജോലിയുണ്ട് അവിടെ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ പൊതുവിടങ്ങളിൽ അവരെ അംഗീകരിച്ചിട്ടില്ല. പക്ഷെ തമിഴ്നാട്ടിൽ അവർ തിരുനങ്കൈ എന്ന് പറഞ്ഞിട്ട്, നോർത്ത് ഇന്ത്യയിലൊക്കെ അവർ കുറച്ചും കൂടിയും ഒരു മിത്തോളജിക്കൽ ക്യാരക്ടർ, അർദ്ധനാരി കോൺസെപ്റ്റിലേക്കൊക്കെ പോകുന്ന സമയത്ത് കുറച്ചുകൂടി റിലീജിയസ് കണക്ഷൻസ് ഒക്കെ അവർക്കുണ്ട്. എല്ലാ മംഗളകർമ്മങ്ങൾക്കും ഇവർ വന്നിട്ട് അനുഗ്രഹം കൊടുക്കുന്ന ഒരു സിസ്റ്റം ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഒരു പാത്വേ ഇല്ല. അതുകൊണ്ട് എന്താ പറയാ, തമിഴ്നാട്ടില് ഇതിന് ആക്സെപ്റ്റൻസ് ഉള്ളതുകൊണ്ടാണ് പുസ്തകം തമിഴിൽ സിനിമയാക്കാന്ന് അവർ പറഞ്ഞത്. അപ്പൊ ഞാനും പറഞ്ഞു ഓക്കെ, കാരണം അവിടേക്ക് കുറച്ചുകൂടി സ്വീകാര്യത ഉണ്ടാവുക. ഇത്തരം ഇതിന് ശേഷം സിനിമയിലേക്കുള്ള സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എന്തെങ്കിലും നടക്കുന്നുണ്ടോ? ഉണ്ട്, അതിപ്പോ പറയാനായിട്ടില്ല, ചെയ്യുന്നുണ്ട്. സിനിമ ഒന്നും നമ്മുടെ ഏരിയ അല്ല ആക്ച്വലി. ഇത് ഒരു ഇതിലൊക്കെ ഇങ്ങനെ അതിലേക്ക് കേറി അതൊരു വലിയ ഓഡിയൻസിലേക്ക് പോവുമല്ലോ യഥാർത്ഥത്തില്. നമ്മളിപ്പം വായനാശീലം ഇല്ലാത്തവരെ കൂടി എത്തിക്കാൻ വേണ്ടിട്ട് സാധിക്കും. ഒരു ഞാൻ യങ് ആയിട്ടുള്ള, മീൻസ് വയസ്സുകൊണ്ടല്ല, ഈ എഴുത്തില് പുതിയ ഒരു മനുഷ്യനായതുകൊണ്ട് ഒരു തുടക്കക്കാരൻ തന്നെ ഒരു പുസ്തകം സിനിമ ആവുക എന്ന് പറയുന്ന സമയത്ത് ഒരു വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ട് കരുതുന്നു. അപ്പോൾ നമ്മുടെ എഴുത്തിന് മറ്റൊരു ഭാഷയും കൂടി കിട്ടുന്നതിൽ എപ്പോഴും ഒരു ബോണസ് ആയിട്ട് കരുതുന്നു. അതുപോലെ തന്നെ പൂർണ്ണാനന്ദയും ദായമ്മക്കയും പെൻഗ്വിനും പിന്നെ ഹാർപ്പർ കോളിൻസും ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നു. അപ്പൊ ഇത് ഒന്നുകൂടി വൈഡുള്ള ഓഡിയൻസിലേക്ക് പോകുമ്പോൾ റെസ്പോൺസിബിലിറ്റി കൂടുതൽ, ഭാരം കൂടുതൽ ഡ്രീമിൽ ഇങ്ങനെ വെച്ചിട്ടുള്ള സാധനമാണ്. അതായത് നമ്മള് ഈ ഒരു സാധനങ്ങള് വേൾഡ് ലെവലിലേക്ക് പോകണം, അതവിടെ നിൽക്കട്ടെ, ഓൾ ഇന്ത്യ ഒരു നാഷണൽ ലെവൽ റൈറ്റിംഗിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ഭാഗമായിട്ടാണ് ഹാർപ്പറിനെ ഇവരൊക്കെ ഞാൻ ഡ്രീം ചെയ്യുന്നത്. സോ ഓരോ പടിപടിയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഗോഡ് നോസ് എന്താ ഡെസ്റ്റിനി നമുക്കറിയില്ലല്ലോ. അടുത്ത വർക്കുകൾ എന്തൊക്കെയാണ്? ഇനി ഒന്ന് ഇരിക്കാനായിട്ടുണ്ട്. ഇപ്പൊ ഈ തിരക്കുകളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട്, തിര കഴിഞ്ഞിട്ട് ഇവരൊക്കെ തോണി ഇറക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ പോലെ തിരക്കുകൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഒരു സാധനം എന്റെ മനസ്സിലുണ്ട്, അത് ഉടനെ തന്നെ എഴുതി ഇറക്കണം എന്ന് വിചാരിക്കുന്നു. അതിനിടയിൽ കുട്ടികളെ പഠിപ്പിക്കാനുള്ള സമയം കിട്ടാറ് അതിപ്പോ വലിയൊരു പ്രശ്നമാണ്. കോളേജിൽ പോകണം, ടോക്സ് ഉണ്ടാവും, സെഷൻസ് ഹാൻഡിൽ ചെയ്യാനുണ്ടാവും, സിനിമന്റെ സ്ക്രിപ്റ്റ് ഉണ്ട്, എന്റെ പുസ്തകത്തിന് ഇതുണ്ട്, ഇൻസ്റ്റഗ്രാമിൽ ഇരിക്കണം, അവർക്ക് മറുപടി കൊടുക്കണം, പുസ്തകം അയക്കണം, ഒപ്പിടണം, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, താങ്ക് യു. അടുത്ത വർക്കിലേക്കുള്ള എല്ലാവിധ ആശംസകളും. താങ്ക് യു.